ഏകദണ്ഡ നമസ്കാരം. നിർലജ്ജോ ഗുരുസന്നിധൗ ശരീരം അർത്ഥം പ്രാണം ച സദ്ഗുരുഭ്യോ നിവേദയേത്. ഓം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം വ്യാം വേദവ്യാസായ നമഃ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ. മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ. ബാലരവിദ്യുതിബിന്ദുകിരീടാം തുംഗകുജാം നയനത്രയയുക്താം സ്മേരമുഖിം വരദാങ്കുശപാശാം ഭീതിഹരാം പ്രഭജേത് ഭുവനേശ്യോമി. അരുണകിരണജാലേ രഞ്ജിതാ സാവകാശ വിധൃതജപവടീക പുസ്തക വേദഹസ്ത അഭയവരകരാഢ്യാ ഫുല്ലകൽഹാര സംസ്ഥ നിവസതു ഹൃദി ബാലാ നിത്യകല്യാണശീലാമി. ജാലാകരാളമത്യുഗ്രം നശേഷ ആസുരസൂദനം ദൃശൂലംബാദുനോ ഭീതേർ. ഭദ്രകാളി നമോസ്തുതേ കാളി കാളി മഹാകാളി. ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം നമശ്ചണ്ഡികായൈ നമോ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ നമ. ഓം നമഃ ശിവായ ശിവായൈ നമ. ഓം നമഃ ശിവായ. ശുഭം ശുഭം ഗുരു ഗുരു ശിവായ നമ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ജയതി ജഗതി മായാം യസ്യ കായാധവസ്തേ വചനരചനമേകം കേവലം ജാഗലയ്യ. ധ്രുവപദമപി യാതോ യത്കൃപാദോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നതാസ്മി. സകലകുശലപാത്രം ബ്രഹ്മപുത്രം നതാസ്മി. സകലകുശലപാത്രം ബ്രഹ്മപുത്രം നതാസ്മി. ഭാഗവതമാഹാത്മ്യം നമ്മൾ പാരായണം ചെയ്ത് അതിൻ്റേതായിട്ടുള്ള വിശദീകരണങ്ങൾ തേടിയ സന്ദർഭത്തിൽ മാഹാത്മ്യത്തിലെ 2-ാമത്തെ അധ്യായത്തിൻ്റെ ഒടുവിൽ നമ്മൾ വായിച്ചതാണ് ഈ നാരദനെ സ്തുതിച്ചുകൊണ്ടുള്ള ശ്ലോകം. അതിൽ 2 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ നമുക്ക് ഇട്ടു തന്നിരിക്കുകയാണ് ചിന്തിക്കാനായിട്ട്. ഒന്ന്, ഈ പ്രഹ്ലാദകുമാരൻ കയാധുവിൻ്റെ ഗർഭത്തിൽ ജനിച്ച അസുരക്കുട്ടി. മറ്റൊന്ന് ധ്രുവൻ എന്ന് പറയുന്ന രാജകുമാരൻ. ഇവർ രണ്ടുപേരും വാസ്തവത്തിൽ ദേവർഷി നാരദൻ്റെ മനോമുകുരത്തിൽ ജനിച്ച സൃഷ്ടി വൈഭവത്തിൻ്റെ പ്രതിഫലനങ്ങളാണ്. സത്യത്തിൽ ഭക്തിയുടെ മൂർത്തിമൽഭാവമായിരിക്കുന്ന സാക്ഷാൽ നാരദൻ ഭക്തിയെ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് കരുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ 2 കഥാപാത്രങ്ങളെ ഭാഗവതത്തിൽ ഇട്ടുതരാൻ അദ്ദേഹത്തിന് തോന്നിയത്. അതിലൊന്ന് പ്രഹ്ലാദകുമാരൻ. സപ്തമസ്കന്ധത്തിൽ നാം ചരിതം കാണുമ്പോഴാണ് നരസിംഹാവതാരം വായിക്കുന്നത്. അതുപോലെ തന്നെ ചതുർത്ഥസ്കന്ധത്തിൽ ഇനി വരാനിരിക്കുന്ന കഥാഗോളത്തിലാണ് ധ്രുവകുമാരനെ കാണുന്നത്. ധ്രുവം എന്ന് പറയുമ്പോഴേ തന്നെ ഒരു ദൃഢനിശ്ചയമാണ്. ദൃഢനിശ്ചയം എന്ന് പറഞ്ഞാൽ ഒരു ഫേം ഡിറ്റർമിനേഷൻ. ആ നിശ്ചയത്തിന് യാതൊരു മാറ്റവുമില്ലാതെ അതിൽ നിന്ന് വ്യതിചലിക്കാതെ വർത്തിക്കുന്ന ഒരു മഹാനുഭാവൻ്റെ കഥ. ദൃഢനിശ്ചയം.
ഇന്ന് നമ്മൾ ഹൈന്ദവർക്ക് ഒരു നിശ്ചയമില്ലാതെ പോയി, ദൃഢം എന്നുള്ള അവസ്ഥ ഒട്ടും തന്നെ ഇല്ലാതെ. അപ്പോൾ എല്ലാ തരത്തിലും നമുക്കൊരു നിശ്ചയം വേണ്ടേ, നിശ്ചയദാർഢ്യം എന്ന് പറയും. അത്തരത്തിൽ നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു പ്രധാന കഥാപാത്രമായിട്ടുള്ള ധ്രുവകുമാരനാണ് ഇനി അടുത്ത 8, 9, 10, 11, 12 5 അധ്യായങ്ങളിലൂടെ നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അതിനകത്തേക്ക് കടക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഇതേ നാരദൻ തന്നെ പ്രഥമസ്കന്ധത്തിൽ 5, 6, 7 5, 6, 7 എന്ന് പറയുന്ന അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ചാതുർമാസ്യം അനുഷ്ഠിക്കുന്ന ഋഷീശ്വരന്മാരുമായിട്ട് കണ്ടുമുട്ടുന്ന രംഗം. ചാതുർമാസ്യത്തെപ്പറ്റി പറയാൻ പ്രധാന കാരണം ഇപ്പോൾ നമ്മൾ ചാതുർമാസ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കർക്കടകം, ചിങ്ങം, കന്നി, തുലാം എന്ന് പറയുന്ന 4 മാസങ്ങൾ ചാതുർമാസ്യം അനുഷ്ഠിക്കേണ്ട 4 മാസങ്ങളാണ്. മഴയുടെ അല്ലെങ്കിൽ കാലവർഷത്തിൻ്റെ അല്ലെങ്കിൽ കാലാവസ്ഥയുടെ കെടുതികളെല്ലാം തന്നെ അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം സ്വസ്ഥമായിട്ടൊരിടത്തിരുന്ന് ജപധ്യാനങ്ങളിൽ മുഴുകുക. സന്യാസി ശ്രേഷ്ഠന്മാരെല്ലാവരും ഈ 4 മാസക്കാലം ഏതെങ്കിലും ഒരു ഗൃഹസ്ഥാശ്രമയുടെ പരിരക്ഷണയിൽ ഒരിടത്ത് ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ആ രംഗമാണ് വാസ്തവത്തിൽ ചാതുർമാസ്യ ആചരണം. ഇവിടെ കർക്കിടക മാസം, രാമായണ മാസം എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ദക്ഷിണായനത്തിൻ്റെ തുടക്കമായിരിക്കുന്ന ഈ ചാതുർമാസ്യകാലം, വൃശ്ചികം, ധനു വരേക്കുള്ള ഈ 6 മാസക്കാലം, അതിൽ 4 മാസക്കാലം ചാതുർമാസ്യം നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അനുഷ്ഠിച്ചുകൊണ്ട് ഉപാസനയ്ക്ക് ബലം കൊടുക്കാൻ ഉതകുന്ന ആ കാലഘട്ടം. ഇവിടെ ഈ ചാതുർമാസ്യം അനുഷ്ഠിക്കുന്ന ഋഷീശ്വരന്മാർ അവർ വാസ്തവത്തിൽ ഈ കുമാരനെ കണ്ടു ദാസീപുത്രൻ എന്നാണ് അവിടെ പ്രയോഗിച്ചത്. നിങ്ങൾ ഓർക്കുക, ഇദ്ദേഹത്തെ സ്മരിക്കാതെ നമുക്ക് കഥയുടെ ഗൗരവം മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ശൂദ്രസ്ത്രീയിൽ ജനിച്ച ദാസീപുത്രനായിട്ട് ജനിച്ച, അങ്ങനെ ദാസീപുത്രനായിട്ട് ജനിച്ച കുമാരനാണ്, ശ്രദ്ധാലുവായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഈ ചാതുർമാസ്യം അനുഷ്ഠിക്കുന്നവരുടെ പ്രവൃത്തികളെല്ലാം തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് അവിടെ നടന്നു. ചുറ്റുപാടും ഇങ്ങനെ പരതി നടക്കുന്ന ഈ കുട്ടിയെ കണ്ടപ്പോൾ ഉത്സാഹിയാണ്, ജിജ്ഞാസുവാണ് എന്ന് മനസ്സിലാക്കിയ ആ ഋഷീശ്വരന്മാർ പറഞ്ഞു കൊടുത്തത് ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമസ്സംഘർഷണയ. ഭാഗവതത്തിൽ ഈ 4 പാദങ്ങളുള്ള ഒരു ശ്ലോകം അത് മന്ത്രമായിട്ട് പരിണമിക്കുമ്പോൾ അതിൽ അന്തർഭവിച്ചിരിക്കുന്ന ചതുർവ്യൂഹം, അവിടെ ഭഗവാൻ വാസുദേവനും ഭഗവാന്റെ ജ്യേഷ്ഠനായിരിക്കുന്ന നമ്മളെല്ലാവരും തന്നെ ബലരാമൻ എന്ന് പറയുന്ന സംഘർഷണമൂർത്തിയും, അതുപോലെ ഭഗവാന്റെ മകനായിരിക്കുന്ന പ്രദ്യുമ്നനും മകന്റെ മകനായിരിക്കുന്ന അനിരുദ്ധനും ഉൾക്കൊള്ളുന്ന ചതുർവ്യൂഹം, വൈഷ്ണവ സിദ്ധാന്തത്തിൽ പൂർണ്ണതയെ പ്രാപിക്കുന്ന ആ വൈഷ്ണവ കലകളെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്ന അത്തരത്തിൽ 4 കൂടിയ ആ അവസ്ഥയെയാണ് ഇവിടെ സ്മരിക്കുന്നത്. പ്രദ്യുമ്നായ അനിരുദ്ധായ നമസ്സംഘർഷണായ ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി. അപ്പം ഇത്തരത്തിൽ 4 കൂടിയ സമ്പൂർണതയെ ധ്യാനിച്ചുകൊണ്ടുള്ള മന്ത്രം ഈ കൊച്ചുകുട്ടിക്ക് കിട്ടിയപ്പോൾ അയാൾ അത് ഉപാസിക്കാൻ തുടങ്ങി. പ്രപഞ്ചത്തിൽ ഈശ്വരതത്വത്തെ അന്ധകരണ ചതുഷ്ടയത്തോട് ബന്ധപ്പെടുത്തി മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് പറയുന്ന 4നെയും കൂട്ടി യോജിപ്പിച്ച് അതിൻ്റെ ദേവതകളായിരിക്കുന്ന സാക്ഷാൽ വാസുദേവനെയും സംഘർഷണമൂർത്തിയെയും അനിരുദ്ധനെയും പ്രദ്യുമ്നെയും ധ്യാനിച്ചുകൊണ്ട് ഇയാൾ ഉപാസിക്കാൻ തുടങ്ങി. അത്തരത്തിൽ കൊച്ചുകുട്ടിയായിരുന്ന ഈ ദാസീപുത്രൻ, അതായത് ഈ പൂർവജന്മത്തിലെ നാരദൻ്റെ പൂർവ്വജന്മത്തിലെ ആ കഥാപാത്രം ഈ മന്ത്രം ജപിച്ച് വളരെയേറെ കാലം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ പ്രതിഫലനവും ഫലവും കിട്ടിയത്. അമ്മ മരിച്ചതുകൊണ്ട് രൂഢമൂലമായിട്ടുള്ള ഉപാസനയ്ക്ക് അയാൾ വിധേയനായി. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ദർശന സൗഭാഗ്യം കിട്ടി. അതെല്ലാം തന്നെ നമ്മൾ കണ്ട കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള ആ 4 പാദങ്ങളുള്ള മന്ത്രം ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമസ്സംഘർഷണായ ചാതുർമാസ്യം അനുഷ്ഠിക്കുന്ന ഋഷീശ്വരന്മാർ ആ ചാതുർമാസ്യകാലത്ത് ഈ ദാസീപുത്രർ ഉപദേശിച്ചത് അയാൾ അനവരതം നിതാന്തം നിരന്തരമായിട്ട് ജപിക്കാൻ തുടങ്ങിയെന്ന്. ആ ദേഹമാണ് അഥവാ ആ നാരദരാണ് ഇവിടെ നമ്മൾ ചതുർത്ഥസ്കന്ധത്തിൽ വായിക്കാനിരിക്കുന്ന 8, 9, 10, 11, 12 അധ്യായങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ധ്രുവകുമാരനെ മന്ത്രദീക്ഷ നൽകി അനുഗ്രഹിക്കുന്നത്. ഭാഗവതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട രംഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്.
ദ്വാദശ സ്കന്ധങ്ങളുള്ള ഭാഗവതത്തിൽ ആ 12 സ്കന്ധങ്ങളെയെല്ലാം തന്നെ പ്രതിനിധീകരിച്ചുകൊണ്ടൊരു ദ്വാദശാക്ഷരി എന്ന് പറയുന്ന മന്ത്രം, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുന്ന ശ്രേഷ്ഠമായിട്ടുള്ള മന്ത്രം, അതൊരു വിദ്യയായിട്ട് ഭാഗവതം നമുക്ക് ഇട്ടുതരുന്ന രംഗമാണ് ധ്രുവകുമാരന് നാരദൻ ഉപദേശിക്കുന്ന ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ ദ്വാദശാക്ഷരി മന്ത്രത്തിന്റെ പൂർവ്വ രൂപമാണ് വാസ്തവത്തിൽ ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമഃസംഘർഷണായ ച. അപ്പൊ അത്തരത്തിൽ ഈ നാരദന് കിട്ടിയ മഹാമന്ത്രം അത് വീണ്ടും പുനർജനിക്കേണ്ടി വന്ന അദ്ദേഹത്തിന് രണ്ടാമത് ജന്മത്തിൽ അതിന്റെ നേട്ടങ്ങൾ കൈവരിച്ച് പ്രളയകാലത്ത് ബ്രഹ്മാവിനോടുകൂടി ഇഴുകിച്ചേർന്ന് ബ്രഹ്മാവിന്റെ ഹൃദയത്തിലാണ് പ്രളയാനന്തരം നടന്ന സൃഷ്ടികർമ്മത്തിൽ ഇദ്ദേഹത്തിന് ജനിക്കാൻ സാധിച്ചു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കഥ നമ്മൾ കാണുന്ന ഈ പ്രഥമ സ്കന്ധത്തില് 5, 6, 7 അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ്. അങ്ങനെയുള്ള നാരദനെയാണ് നാം ഇപ്പോൾ ഈ 8ാമത്തെ അധ്യായത്തിൽ കാണാൻ പോകുന്നത്. ധ്രുവന്റെ ചരിതം ആരംഭിക്കുക. പക്ഷേ ധ്രുവചരിതം എന്ന് പറയുന്നതിനേക്കാൾ നാം പഠിക്കേണ്ടത് ഏതൊരു ദേവഹൂതിയുടെ ചരിത്രവും ചിത്രവുമാണോ നമ്മൾ തൃതീയ സ്കന്ധത്തിൽ ഒടുവിൽ കണ്ടത്, ആ ദേവഹൂതി എന്ന് പറയുന്ന സ്വയംഭൂമനുവിന്റെയും ശതരൂപയുടെയും മകൾ കർദമ പ്രജാപതിയെ വേട്ട് 9 പെൺകുട്ടികളുടെ അമ്മയായതിനു ശേഷം 10ാമത് കപിലവാസുദേവൻ എന്ന് പറയുന്ന അവതാര സ്വരൂപത്തെ അവതരിപ്പിച്ച് മുക്തിപദം എങ്ങനെ അണയണമെന്ന് കാണിച്ചു എന്ന് ദേവഹൂതി ശ്രേഷ്ഠമതിയായിരിക്കുന്ന ഒരു സതീരത്നമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് ആകൂതി എന്ന് പറയുന്ന ചതുർത്ഥ സ്കന്ധത്തിലെ ഈ സ്വയംഭൂമനുവിന്റെ തന്നെ മറ്റൊരു പുത്രി ആകൂതി രുചിപ്രജാപതിയെ വേട്ടു. എന്നിട്ട് അതിൽ നിന്നിരിക്കുന്ന സന്തതി പരമ്പരകളെ നമ്മൾ കണ്ടു, യജ്ഞനും ദക്ഷിണയും മറ്റും. അപ്പൊ ഇതുപോലെ കടന്നു പോകുന്ന 3ാമതൊരു ജന്മമാണ് കഴിഞ്ഞ 7 അധ്യായങ്ങളിലൂടെ പ്രദർശിപ്പിക്കപ്പെട്ട സതിയുടേതായുള്ള കഥ. സാക്ഷാൽ ദക്ഷപ്രജാപതിയുടെ യാഗവും അതിന് സംഭവിച്ച ഛേദവും. അവിടെ ഭഗവാൻ ഈ കൈലാസനാഥൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത് ധർമ്മത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ അവിടെ പ്രസൂതി എന്ന് പറയുന്നൊരു മകളുടെ കഥയും വന്നു. 3 പെൺമക്കളും 2 ആൺമക്കളുമാണ് ഇവർക്കുണ്ടായത്. ആ 3 പെൺമക്കളിൽ ദേവഹൂതി തൃതീയ സ്കന്ധത്തിന്റെ ഒടുവിൽ, അത് കഴിഞ്ഞിട്ട് ആകൂതി ഈ പറയുന്ന ചതുർത്ഥ സ്കന്ധത്തിൽ ആദ്യം, അത് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ ഈ ചതുർത്ഥ സ്കന്ധത്തിൽ തന്നെ കാണുകയാണ് ദക്ഷയാഗത്തോട് ബന്ധപ്പെട്ട് 3ാമത് സന്തതിയായിരിക്കുന്ന പ്രസൂതി എന്ന് പറയുന്ന ദക്ഷപ്രജാപതിയുടെ ഭാര്യയെ. അപ്പൊ ഇത്തരത്തിലുള്ള 3 സ്ത്രീ സന്താനങ്ങളെ അവതരിപ്പിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ കാണുന്നത് ഉത്താനപാദൻ എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ്. അതാണ് വാസ്തവത്തിൽ ചതുർത്ഥ സ്കന്ധത്തിലെ അതിശ്രേഷ്ഠമായിരിക്കുന്ന അർത്ഥപ്രകരണം. അർത്ഥപ്രകരണം എന്ന് പറയുമ്പോൾ അർത്ഥിക്കുന്നത്, അത് കിട്ടാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നത്, യാചിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, അത് ലഭിക്കാൻ വേണ്ടിയിട്ട്. അർത്ഥം എന്നുള്ളതിന് പണം എന്നുള്ളൊരു അർത്ഥം കൊടുക്കുമ്പോൾ അതിനേക്കാൾ വ്യാപ്തിയുള്ള ഒരു പദമാണ് അർത്ഥം. എന്താണ് അർത്ഥം? അപ്പൊ എന്താണ് ഈ മീനിങ്? നമ്മൾ ജനിച്ച് ജീവിക്കുന്നതിന് അർത്ഥം എന്താണ്? നമ്മൾ മരിക്കുമ്പോൾ എങ്ങനെ അത് അർത്ഥവത്താകണം? നമ്മുടെ ധന്യമായ ജീവിതം എങ്ങനെ കാലം കഴിച്ചു കൂട്ടിയാൽ അത് അർത്ഥവത്താകും? അവിടെയെല്ലാം തന്നെ അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ അടങ്ങിയിരിക്കുന്ന പരമാർത്ഥമായിരിക്കുന്ന വസ്തുത, വെറും പണം മാത്രമല്ല. അപ്പൊ ഇത്തരത്തിൽ ധർമാനുഷ്ഠാനത്തിലൂടെ നമുക്ക് നമ്മൾ യാചിക്കുന്നതും ചോദിക്കുന്നതും അർത്ഥിക്കുന്നതും എല്ലാം തന്നെ കിട്ടുന്നു എന്ന്. പരമപുരുഷാർത്ഥം എന്ന് പറയുന്ന മോക്ഷത്തിലേക്ക് കടക്കുന്നതിന്റെ മുന്നോടിയായിട്ടുള്ള ധർമ്മം, ധർമ്മത്തെ തുടർന്ന് നമ്മൾ അർത്ഥം എന്ന് പറയുന്നത് വെറും പണത്തിന് വേണ്ടിയിട്ടുള്ള യാചന എന്നുള്ള അർത്ഥത്തിൽ എടുക്കരുത്. നമ്മൾ വായിക്കുന്ന വാക്കുകൾക്കെല്ലാം തന്നെ അർത്ഥമുണ്ട്, കേൾക്കുന്ന പദങ്ങൾക്കെല്ലാം തന്നെ അർത്ഥവ്യാപ്തിയുണ്ട്. അങ്ങനെ എല്ലാത്തിലും അർത്ഥം എന്ന് പറയുന്ന ആ സംഗതി സ്പിരിറ്റ്. ആംഗലേയ പദം പ്രയോഗിച്ചാൽ കുറച്ചുകൂടി നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും. ലെറ്റർ, അക്ഷരം, സ്പിരിറ്റ്, അതിൽ അടങ്ങിയിരിക്കുന്ന സംഗതി. അപ്പോൾ ഏതൊരു അക്ഷരത്തിലും അക്ഷരം എന്ന് പറയുന്ന ആ മുതൽ ക്ഷാവിലേക്കുള്ള അക്ഷരങ്ങളിൽ അന്തർലീനമായിട്ട് കിടക്കുന്ന സ്പിരിറ്റ്. സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം സംഗതികളാണ് അതിൽ വരുന്നത്? ആവിയായി പോകുന്ന സംഗതിയാണെങ്കിൽ കൂടി ആധ്യാത്മികമായിട്ടുള്ള വിഷയമാണ്. സൂക്ഷ്മമായിട്ടുള്ള തലത്തിലേക്ക് നമ്മളെ കൊണ്ടുചെല്ലുന്ന വിദ്യയാണ്. അപ്പൊ എല്ലാ തരത്തിലും അക്ഷരത്തിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥത്തിന്റെ വ്യാപ്തി അത് പുസ്തകത്തിൽ മാത്രമല്ല, ജീവിതത്തിലും എല്ലാത്തരം പ്രവൃത്തികളിലും എല്ലാത്തിലും നാം കാണുന്ന അർത്ഥം അത് വാസ്തവത്തിൽ ലഭിക്കണം. അതാണ് 2ാമത്തെ പ്രകരണമായിരിക്കുന്ന അർത്ഥപ്രകരണം ധ്രുവന്റെ കഥയിലൂടെ എന്ന് പറയുമ്പോൾ ഉത്താനപാദന്റെ കഥയിലൂടെ. അപ്പോൾ സ്വയംഭൂമനുവിന്റെ മറ്റു 3 പെൺകുട്ടികൾ കഴിഞ്ഞാൽ 2 ആൺകുട്ടികളുടെ സന്തതികളുടെ കഥയിലേക്ക് കടക്കുമ്പോഴാണ്
ചതുർത്ഥ സ്കന്ധത്തിൽ രണ്ടാമത്തെ പ്രകരണം വരുന്നത് അത് ഉത്താനപാദനെ ചുറ്റിപ്പറ്റിയാണ്. ഉത്താനപാദൻ ഭാഗവതത്തിലെ കഥാപാത്രങ്ങളും അവർക്ക് ഇട്ടിരിക്കുന്ന പേരുകളും എല്ലാം തന്നെ അന്വർത്ഥമാണ്. ഉത്താനപാദൻ എന്ന് പറഞ്ഞാൽ തലകിഴുക്കണം തൂക്ക്. തലകിഴുക്കണം തൂക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും തന്നെ ജനിക്കുന്ന രീതിയാണ്. പ്രപഞ്ചത്തിലേക്ക് വഴുതി വീഴുന്ന ജീവൻ ഒരു ശരീരവും എടുത്തുകൊണ്ട് എപ്രകാരമാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ തലകിഴുക്കണം തൂക്കായിട്ടാണ്. ഇന്നലെ രാമായണ മാസത്തിന്റെ ഉദ്ഘാടനം ചെയ്യേണ്ട സന്ദർഭത്തിൽ പറയേണ്ടി വന്നു മര എന്ന് പറയുന്ന ശബ്ദം. ആ സത്യത്തിൽ രാമ എന്ന് പറഞ്ഞു കൊടുത്താൽ ഈ കാട്ടാളിനെ ജപിക്കാൻ പറ്റും. മര എന്ന് ജപിക്കാമെങ്കിൽ രാമ എന്ന് ജപിക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഋഷീശ്വരന്മാർ മര എന്ന് പറഞ്ഞു കൊടുത്ത് എന്തുകൊണ്ട്? അല്ലയോ മർത്യാ, നീ തലകിഴുക്കണം തൂക്കാണ്. നിന്റെ തല തിരിഞ്ഞിരിക്കുകയാണ്. തല തിരിഞ്ഞത് നേരെയാക്കണം. അതിനു വേണ്ടിയിട്ട് മരാമര എന്ന് ജപിച്ച് രാമരാമ എന്ന് പറയുന്ന നേരെയായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തണം എന്ന്. പ്രപഞ്ച സത്യത്തെ നമ്മൾ ഓങ്കാരം എന്ന് പറയുമ്പോൾ ബ്രഹ്മവാചകമായിരിക്കുന്ന ഓങ്കാരം, അതിൽ നിന്ന് അടർന്നു വീഴുന്ന ജീവൻ, പരബ്രഹ്മം പരമാത്മാവ് എന്ന് പറയുന്ന ആ പരമഹംസത്തിൽ നിന്ന് ജീവഹംസം എന്ന് പറയുന്ന ജീവാത്മാവ്, അതിൽ നിന്ന് അടർന്ന താഴത്തേക്ക് വരുമ്പോൾ ഓങ്കാരത്തിൽ നിന്ന് അടർന്നു പോരുന്ന ഈ ജീവൻ വാസ്തവത്തിൽ ഓങ്കാരത്തിന്റെ തലകിഴക്കണം തൂക്കായിട്ടുള്ള അവസ്ഥയിലേക്ക് വരുന്നു. അതാണ് കുണ്ടലിനി വിദ്യയിലെ മൂലാധാരസ്ഥമായിരിക്കുന്ന പാമ്പിന്റെ ചിത്രം. അത് തലകിഴക്കണം തൂക്കായിട്ട് കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഓങ്കാരത്തിന്റെ അധോമുഖമായിരിക്കുന്ന ഒരവസ്ഥയാണ്. അവിടെ മൂന്നര ചുറ്റ് അവിടെയുമുണ്ട്. ആ ഓമ നാദം ബിന്ദു അവിടെയുണ്ട്. പക്ഷെ അതിന്റെ ഗതി എന്ന് പറഞ്ഞാൽ ഊർധ്വമുഖമായിരിക്കേണ്ട തല അത് താഴത്തേക്ക് പോയി എന്ന് മാത്രം. ഈ അധപ്പതിച്ച അവസ്ഥയാണ് ഉത്താനപാത കഥ. അപ്പോൾ നമ്മളെല്ലാവരും എന്ന് മാത്രമല്ല സകല ജീവജാലങ്ങളും സംസാരത്തിൽപ്പെട്ട് ഉഴലുന്ന എല്ലാവരും തന്നെ ഉത്താനപാതന്മാരാണ്. കാരണം എന്താ? അവർ ജനിച്ചത് കൊണ്ട് ഏതൊരു ബ്രഹ്മഭാവത്തെയാണോ അറിയേണ്ടത് അത് അറിയാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അധോമുഖന്മാരായിട്ട് പോയി ഊർധ്വമുഖമാകുന്ന രീതിയിലേക്ക് വരുമ്പോഴേ രക്ഷയുള്ളൂ എന്ന്. അപ്പൊ ഇവിടെ ഉത്താനപാതൻ എന്ന് പറഞ്ഞാൽ അധോമുഖൻ. പഞ്ചമസ്കന്ധത്തിൽ നമ്മൾ വായിക്കാനിരിക്കുന്ന പ്രിയവ്രതൻ എന്ന് പറഞ്ഞാൽ ഊർധ്വമുഖൻ. ആ വ്യത്യാസം ഒന്ന് നോക്കൂ. ജഡം എന്ന് പറയുന്ന ഈ പ്രകൃതിയെയും പ്രപഞ്ചത്തെയും ചുറ്റിപ്പറ്റി താലോലിച്ചു കൊണ്ടിരിക്കുന്നവൻ ഉത്താനപാതൻ. അതിൽ നിന്ന് വിരുദ്ധമായിട്ട് ബോധം എന്ന് പറയുന്ന ചൈതന്യത്തെ ഈശ്വരനെ ഉപാസിക്കുന്നവൻ പ്രിയവ്രതൻ. ഇത് വാസ്തവത്തിൽ പഞ്ചകോശങ്ങളെ മുറിച്ചു കടക്കുമ്പോൾ ഒരാചാര്യമതം ഇപ്രകാരമാണ്. വിജ്ഞാനമയ കോശത്തിൽ എത്തി നിൽക്കുകയാണ് ഈ പറയുന്ന ഉത്താനപാതൻ. പക്ഷേ പ്രിയവ്രതൻ എന്ന് പറയുന്ന കഥാപാത്രം മനോമയ കോശവും വിജ്ഞാനമയ കോശവും വിട്ടിട്ട് ആനന്ദമയ കോശത്തിലെത്തിയെന്ന്. അപ്പൊ ഈ പഞ്ചകോശങ്ങളെ മുറിച്ച് ഏതൊരു ജീവനാണോ ആനന്ദത്തിൽ ആറാടുന്നൊരവസ്ഥയിലേക്ക് എത്തുക, അപ്പോൾ പ്രിയവ്രതനാകും. പഞ്ചമസ്കന്ധത്തിലെ ഇതേ സ്വയംഭൂമനുവിന്റെ മറ്റൊരു സന്തതി. പക്ഷെ അവിടെ എത്താതിരിക്കുന്ന ജീവൻ, അയാളുടെ പേരാണ് ഉത്താനപാതൻ. അപ്പൊ ഏതെല്ലാം രീതിയിലാണ് ചിന്തിക്കേണ്ടതെന്ന് നോക്കൂ. ഉത്താനപാതൻ എന്ന് പറയുമ്പോൾ തലകിഴക്കണം തൂക്ക എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. പ്രാകൃതമായിരിക്കുന്ന ജീവിതം, പ്രകൃതിയിലേക്ക് വഴുതി വീണ ജീവൻ, അധപ്പതിച്ച ചിന്താഗതിയും ഊർധ്വമുഖം അല്ലാത്തൊരവസ്ഥയും. അപ്പൊ അത്തരത്തിൽ നശിച്ചൊരവസ്ഥയിൽ ജനിക്കുന്ന ആ കുണ്ടലിനി വിദ്യയിൽ നമ്മൾ കാണുന്ന സർപ്പം എപ്രകാരമാണോ തലകിഴക്കണം തൂക്കായിട്ട് കിടന്നുകൊണ്ട് ജീവനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പുതപ്പിച്ച് കിടക്കുന്നത്, ആ അവസ്ഥ അതാണ് വാസ്തവത്തിൽ ഉത്താനപാതന്റെ രീതി. ഉത്താനപാതൻ തലകിഴക്കണം തൂക്ക്. നല്ലപോലെ ചിന്തിച്ചു നോക്കുക ഈ അവസ്ഥ. കഥ നമ്മൾ കടക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു ഉത്താനപാത കഥ എന്ന് പറയുമ്പോൾ സംസാരിയുടെ, ഒരു പ്രാപഞ്ചികന്റെ, ഒരു ഭൗതികവാദിയുടെ, അല്ലെങ്കിൽ നമ്മൾ ഭൗതികമായിരിക്കുന്ന സുഖഭോഗങ്ങളുടെ പിന്നാലെ പരക്കം പായുന്നൊരു ജീവന്റെ കഥയായിട്ട് ഈ പറയുന്ന ധ്രുവചരിതം എടുക്കണം. അപ്പോൾ ഈ എല്ലാ തരത്തിലും ധ്രുവചരിതത്തിലേക്ക് കടക്കുമ്പോൾ നാരദർശി എപ്രകാരമാണ് വാസ്തവത്തിൽ ഒരു കൊച്ചുകുട്ടിയെ, 5 വയസ്സുകാരനായ കുമാരനെ തെരഞ്ഞെടുത്ത്, അഥവാ അയാൾക്ക് ഉപദേശം നൽകി അയാളെ കരുത്തനാക്കി ദ്വാദശാക്ഷരി എന്ന് പറയുന്ന വിദ്യയിലൂടെ അധപ്പതിച്ച ജീവന്റെ അധോമുഖമായിരിക്കുന്ന അവസ്ഥ അതിനെ അവസാനിപ്പിച്ചുകൊണ്ട് അതിനെ ഊർധ്വമുഖമാക്കിക്കൊണ്ട് രക്ഷപ്പെടുത്തുന്നത് എന്നുള്ള ചിത്രമാണ് ഇനി വായിക്കാനിരിക്കുന്ന 8, 9, 10, 11, 12 അധ്യായങ്ങളിൽ ഉള്ളത്. ധ്രുവൻ എന്ന് പറയുന്നത് ദൃഢനിശ്ചയമുള്ള നിശ്ചയദാർഢ്യമുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞ പോലെ തന്നെ അയാളുടെ അച്ഛൻ്റെ പേര് ഉത്താനപാതൻ. അയാൾ തലകിഴക്കണം തൂക്കുക എന്ന് പറയുമ്പോൾ പ്രാകൃതനാണ്, പ്രാപഞ്ചികനാണ്, സംസാരിയാണ്, അധോമുഖനാണ്, ജഡമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചിന്തകളെല്ലാം തന്നെ വെച്ചുകൊണ്ട് വേണം ഈ കഥാഗോളത്തിലേക്ക് കടക്കാൻ. ഇനി പതുക്കെ പതുക്കെ അങ്ങോട്ടേക്ക് കടക്കുന്നതിന്റെ മുന്നോടിയായിട്ട് ഉത്താനപാതൻ എന്ന് പറയുന്ന പ്രാപഞ്ചികന് 2 ഭാര്യമാരെയെന്ന് നമ്മൾ വായിച്ച ഓരോരോ ഭാഗങ്ങൾ ഗ്രഹിക്കുന്നതിന് മുമ്പ്
അതിന് നല്ലൊരു ആമുഖം അല്ലെങ്കിൽ നല്ലൊരു മുഖവുര ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഉത്താനപാദ മഹാരാജാവിന് 2 ഭാര്യമാരാണ്. നമ്മൾ വാസ്തവത്തിൽ ആധ്യാത്മിക തലത്തിൽ ചിന്തിക്കുമ്പോൾ 2 ഭാര്യമാര് എല്ലാവർക്കും മിക്കവർക്കും 2 ഭാര്യമാരെ കാണാം. രമാക്ഷമാലങ്കൃത പാർശ്വഭാഗം എന്ന് പറയുന്ന വിഷ്ണുവായാലും വള്ളീദേവസേന സമേതനായിട്ടുള്ള മുരുകനായാലും സിദ്ധിബുദ്ധി എന്ന് പറയുന്ന 2 ഭാര്യമാരോടൊപ്പമുള്ള ഗണപതിയായാലും ഇങ്ങനെ ഇവരെ എല്ലാവരെയും എടുക്കുമ്പോൾ ഇരു പാർശ്വങ്ങളിലും 2 പേര് വർത്തിക്കുന്ന കാണാം. യോഗവിദ്യയിൽ ഇടയും പിങ്കളയുമാണ്. അപ്പൊ ഇടാപിങ്കള എന്ന് പറയുന്ന 2 ചിന്തിച്ചാൽ ഒന്ന് മനസ്സും ഒന്ന് ബുദ്ധിയുമാണ്. മനസ്സും ബുദ്ധിയും എന്ന് പറയുമ്പോൾ മനസ്സ് വികാരത്തിൻ്റെയും ബുദ്ധി വിചാരത്തിൻ്റെതുമാണ്. അപ്പൊ ഇത്തരത്തിൽ മാനസികമായിട്ടുള്ളൊരവസ്ഥയെ താലോലിച്ചുകൊണ്ട് മനസ്സ് എങ്ങോട്ടേക്ക് പോകുന്നു അതിൻ്റെ പിന്നാലെ പോയി പ്രാപഞ്ചികത മുറ്റി നിൽക്കുന്ന ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ഉത്താനപാദൻ എന്ന് വിവക്ഷിക്കാം. അയാൾക്ക് 2 ഭാര്യമാരെന്ന് പറയുമ്പോൾ സത്യത്തിൽ ആരാണ് അവർ 2 പേരും? ഒന്ന് ബുദ്ധിയുടെ പ്രതീകമായിട്ടുള്ളത്, ഒന്ന് മനസ്സിന്റെ പ്രതീകമായിട്ടുള്ളത്. പേര് വളരെ അന്വർത്ഥമാണ്. ഒന്ന് സുനീതി എന്ന് പറയുന്ന ഒരു കഥാപാത്രം, മറ്റൊന്ന് സുരുചി എന്ന് പറയുന്ന ഒരു കഥാപാത്രം. 2 വാക്കുകളും വളരെ അന്വർത്ഥമാണ്. സുനീതി എന്ന് പറയുന്നത് നല്ല നീതി, ബുദ്ധിയുടെ വിചക്ഷണത, നിത്യാനിത്യ വിവേകം കൊണ്ട് ബോധ്യം വന്നിട്ടുള്ള സംഗതികളിൽ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് നീതിയുക്തമായിട്ടുള്ള ജീവിതം നയിക്കുന്നവൾ സുനീതി. ന്യായാന്യായങ്ങളെയെല്ലാം തന്നെ വിശകലനം ചെയ്ത് അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് ന്യായത്തിന്റെ പിന്നാലെ പോകുന്നവൾ ബുദ്ധിതലത്തിലുള്ളതാണ്. നേരെ മറിച്ച് രുചി എന്ന് പറയുന്നത് ആകർഷിക്കപ്പെടുന്നത് സൗന്ദര്യത്തിന്റെ പിന്നാലെ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് കണ്ണിന് കുളിർമയേകുന്നത് കണ്ടാൽ അത് മനസ്സതിന്റെ പിന്നാലെ പോയി വിഷയവാസനകളുടെ പിന്നാലെ പരക്കം പായുന്ന മനുഷ്യന്റെ ഗതി രുചി, സുരുചി. അപ്പോൾ രുചിയുടെ പിന്നാലെ പോയിക്കൊണ്ട് സുരുചി എന്ന് പറയുന്ന ഒരു ഭാര്യ, മാനസികാവസ്ഥ മാത്രമുള്ള ബൗദ്ധികതല ഉണരാത്ത, നേരത്തെ പറഞ്ഞ് പഞ്ചകോശങ്ങളെ മുറിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു യോഗസാധനയിൽ ഏർപ്പെട്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ 2 അവസ്ഥകളെ ചിന്തിച്ചാൽ മതി. ഒരാൾ ഈ പറയുന്ന രീതിയിൽ ഒരിടം വരെ എത്തിയിട്ടുണ്ട്, പക്ഷേ എത്തേണ്ട ആനന്ദമയ കോശത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന്. അപ്പൊ ഇത്തരത്തിൽ ചിന്തിച്ചു മുന്നോട്ട് പോകുമ്പോൾ 2 ഭാര്യമാര്, ഒന്ന് പ്രാകൃതമായിരിക്കുന്ന ഒരവസ്ഥയെ പ്രകൃതിയിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ നമ്മളെ പരക്കം പായാൻ അനുവദിക്കുകയോ അനുഗ്രഹിക്കുകയോ ചെയ്യുന്ന ഒരു പത്നി, മറ്റൊന്ന് നീതിയുക്തമായിട്ടുള്ള ജീവിതം നയിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ബുദ്ധിതലത്തിലെ ഒരു പത്നി. അപ്പൊ ഈ 2 പത്നിമാരും വാസ്തവത്തിൽ ഉള്ളപ്പോൾ അവർക്ക് 2 പേർക്കും ഓരോ കുട്ടികളുമുണ്ട്. ഒന്ന് ഉത്തമനാണ്, സുരുചിയുടേത് നല്ല പേരാണ് ഉത്തമൻ. അയാൾ ഉത്തമൻ തന്നെയാണ്. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതമെല്ലാം തന്നെ ഇടക്കാലത്ത് ഇല്ലാതെയാകുന്നുണ്ട്. കഥയിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാം. നേരെ മറിച്ച് സുനീതി എന്ന് പറയുന്ന ആ ഭാര്യയുടെ മകന്റെ പേര് ധ്രുവൻ, അയാളാണ് ധ്രുവൻ. അപ്പോൾ ധ്രുവൻ എന്ന് പറയുന്ന കുമാരൻ സുനീതി എന്ന് പറയുന്ന നീതിയുക്തമായി ജീവിതം നയിക്കുകയും ബുദ്ധിയെ കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു ഭാര്യയുടെ ഭാര്യയിൽ ജനിക്കുന്ന ഈ ധ്രുവൻ എന്ന് പറയുന്ന കുമാരനും ഉത്തമൻ എന്ന് പറയുന്ന സുരുചിപുത്രനും തമ്മിൽ അജഗജാന്തരമുണ്ട്. അപ്പൊ ഈ കഥാപാത്രങ്ങളുടെ പേരുകളും അവരുടേതായിട്ടുള്ള പ്രതീകാത്മകമായിട്ടുള്ള ചിന്താഗതിയും വച്ച് പുലർത്തിയിട്ട് വേണം നാം ഈ പറയുന്ന 8, 9, 10, 11, 12 എന്ന് പറയുന്ന ആ ചതുർത്ഥ സ്കന്ധത്തിലെ 5 അധ്യായങ്ങളിലേക്ക് കടക്കാൻ. ആചാര്യന്മാർ ഈ 5 അധ്യായങ്ങളെ സാധനയുടെ 5 അനുഗ്രഹ ദശകളായിട്ട് പറയും. 5 അനുഗ്രഹ ദശകളാണ്. ആദ്യം തന്നെ സാധനയ്ക്ക് നമുക്ക് മാതാവിൻ്റെ അനുഗ്രഹം വേണം. നമ്മളെ പ്രസവിച്ച മാതാവിൻ്റെ അനുജ്ഞ വേണം, അനുഗ്രഹം വേണം, സമ്മതം വേണം. നമ്മൾ കാണുന്നുണ്ട് സന്യാസദീക്ഷയ്ക്ക് പോയ, അല്ലെങ്കിൽ സന്യാസദീക്ഷ വേണമെന്ന് ആഗ്രഹിച്ച ശങ്കരാചാര്യസ്വാമികൾ നന്നേ ചെറുപ്രായത്തിൽ മുതലയെ കൊണ്ട് കടിപ്പിച്ച് ആ മുതലിൽ നിന്ന് വിടൽ കിട്ടാൻ വേണ്ടിയിട്ട് സന്യാസം വേണമെന്ന് പറയിച്ച് അത്തരത്തിൽ അനുമതി വാങ്ങിയിട്ട് അമ്മയുടെ അനുഗ്രഹം നേടിയിട്ടാണ് പോകുന്നത്. അമ്മയുടെ അനുഗ്രഹം അനിവാര്യമാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണുന്ന ഗുരുപരമ്പരയിലെ ആദ്യ ഗുരു എന്ന് പറയുന്ന മാതാവിൻ്റെ അനുഗ്രഹം, രണ്ടാമത് പിതാവിൻ്റെ അച്ഛൻ്റെ അനുഗ്രഹം, മാതാപിതാ. അത് കഴിഞ്ഞാൽ നമ്മൾ ഗുരുവിൻ്റെ അനുഗ്രഹത്തിലേക്ക് കടക്കുമ്പോൾ ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടിയാൽ നമ്മുടെ പ്രാരബ്ധം കൊണ്ട് ഏതൊരു ജീവനാണോ ശരീരാന്തർഗതമായിട്ട് പ്രവർത്തിക്കുകയും വർത്തിക്കുകയും ചെയ്യുന്നത് അയാളുടെ പ്രാരബ്ധത്തിൻ്റെ ഗുണം കൊണ്ട് അറ്റംപ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ പ്രാരബ്ധത്തിൻ്റെ അതിൻ്റെ ആ ശക്തി മൂലം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുക, നമ്മൾ ശ്രദ്ധയും ഭക്തിയും വച്ച് പുലർത്തിക്കൊണ്ട് നമ്മൾ നടത്തുന്ന ഉദ്യമം, നാലാമത്തേത്, ആ ഉദ്യമത്തിലൂടെ നമ്മൾ എത്തിച്ചേരുന്നത് സാക്ഷാൽ ഈശ്വര ലാഭത്തിലാണ്. ഈ 5 കൂട്ടം കാര്യങ്ങളാണ് ഈ 5 അധ്യായങ്ങളിലൂടെ കടന്നു വരുന്നത് എന്ന് ആചാര്യമതം. അമ്മയുടെ അനുഗ്രഹം, മാതാവിൻ്റെ അനുഗ്രഹം, അച്ഛൻ്റെ അനുഗ്രഹം, പിതാവിൻ്റെ അനുഗ്രഹം,
അത് കഴിഞ്ഞ് ഗുരുവിൻ്റെതായിട്ടുള്ള ലാഭം അല്ലെങ്കിൽ ഗുരുവിൻ്റെ അനുഗ്രഹം, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉദ്യമം. എന്തിനും ഒരു ഉദ്യമം വേണം. വെറുതെ കുത്തിയിരുന്നാൽ യാതൊന്നും കിട്ടുകയില്ല, കൈ നനയാതെ മീൻ പിടിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള മലയാളത്തിലെ പ്രയോഗം ശ്രദ്ധിക്കുക. അപ്പോൾ അത്തരത്തിൽ നാലാമത് ഉദ്യമം, അനിവാര്യമായിരിക്കുന്ന അറ്റംപ്റ്റ്, അത് കഴിഞ്ഞാൽ കിട്ടുന്ന ഈശ്വര ലാഭം, ഈശ്വരനെ നമുക്ക് ദർശിക്കാനുള്ള സൗഭാഗ്യം കിട്ടുക. ഈ 5 കാര്യങ്ങളാണ് 5 അധ്യായങ്ങളിൽ ഉൾക്കൊള്ളുന്നത് എന്നുകൂടി ആചാര്യന്മാർ പറഞ്ഞു പഠിപ്പിക്കുന്ന ധ്രുവന്റെ കഥയിലേക്ക് നാം കടക്കുകയാണ്. അപ്പോൾ എല്ലാ തരത്തിലും ശ്രേഷ്ഠമായിട്ടുള്ള ഭാഗം അതുകൂടി സൂചിപ്പിച്ചിട്ട് മുന്നോട്ട് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാരദർക്ക് കിട്ടിയ ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമഃശങ്കർഷണായ ച. തനിക്ക് കിട്ടിയ സൗഭാഗ്യം ചാതുർമാസ്യം അനുഷ്ഠിക്കുന്ന ഋഷീശ്വരന്മാർ ഉപദേശിച്ച ചാതുർമാസ്യകാലത്തെ അതിശ്രേഷ്ഠമായിരിക്കുന്ന ഈ മന്ത്രം, വൈഷ്ണവ മന്ത്രം, ആ 4 ഈ പറയുന്ന ജതുവ്യൂഹം എന്ന് പറയുന്ന 4 കൂട്ടരെയും വാസ്തവത്തിൽ ബന്ധിച്ചുകൊണ്ട് വാസുദേവനെയും സംഘർഷണനെയും പ്രദ്യുമ്നെയും അനിരുദ്ധനെയും യോജിപ്പിച്ചുകൊണ്ടുള്ള മന്ത്രത്തിന്റെ പൊരുളെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് സാക്ഷാൽ ഈശ്വരനെ ദർശിച്ച, നാരായണ തത്വം മുഴുവൻ ഗ്രഹിച്ച, നാരായണൻ ആര് എന്നിങ്ങനെ മനസ്സിലാക്കുക മാത്രമല്ല മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കാൻ കൂടി കഴിവുള്ള നാരദരെ അദ്ദേഹം ഡിറൈവ് ചെയ്ത, അദ്ദേഹത്തിന്റെ ധന്യമായിരിക്കുന്ന തപസ്സുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഉദ്ധരിച്ചെടുത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ ഉരുത്തിരിഞ്ഞ അതിശ്രേഷ്ഠമായിരിക്കുന്ന മന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ. ആ മന്ത്രം കടന്നു വരുന്നത് 8ാമത്തെ അധ്യായത്തിലാണ്. ഭാഗവത മന്ത്രമാണ്. നമ്മൾ സപ്താഹവേദിയിൽ പലപ്പോഴും പല ആചാര്യന്മാരും അനുവാചകന്മാരും പാട്ടുകൾ പാടി ഇങ്ങനെ രസിക്കാറുണ്ട്, ഭജനകൾ ഇങ്ങനെ പാടി സമയം കളയാറുണ്ട്. പക്ഷെ അപ്പോഴും തന്നെ ദ്വാദശാക്ഷരി കുറച്ചേറെ ജപിക്കാൻ നമ്മൾ മെനക്കെടാറില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുന്ന മഹാമന്ത്രം അത് ജപിച്ച് ശീലിക്കേണ്ടത് ഭാഗവതം ഗ്രഹിക്കാൻ അനിവാര്യമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഈശ്വര സർവഭൂതാനാം ഹൃദയശേ അർജുന തിഷ്ഠതി എന്ന് പറയുന്ന രീതിയിൽ സകല ജീവജാലങ്ങളുടെയും ഹൃദയാന്തർവാസിയായിരിക്കുന്ന ഈശ്വരന്റെ തത്വമാണ് വാസുദേവ തത്വം. സർവത്ര വസിക്കുന്നവനായിരിക്കുന്ന വാസുദേവനെ പുരസ്കരിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ മന്ത്രം ഉരുത്തിരിഞ്ഞത്. ഓം നമോ ഭഗവതേ വാസുദേവായ. 12 അക്ഷരമുള്ള ഈ മഹാമന്ത്രത്തിൽ നമ്മൾ ധ്യാനിക്കുന്ന സാക്ഷാൽ വിഷ്ണുവിനെയാണ്. ശാന്താകാരം ഭുജകശയനം ഇത്യാദി മന്ത്രങ്ങൾ പോലെ, സശങ്കചക്രം സകിരീടകുണ്ടലം എന്നുള്ള മന്ത്രം ഈ പറയുന്ന ധ്യാന ശ്ലോകം പോലെ, അതുപോലെ തന്നെ നമ്മൾ വിഷ്ണു ശാരദചന്ദ്രകോടി സദൃശം ശങ്കം രഥാംഗം ഗതാമം ഭോജം ദധതം സിതാബ്ജനിലയം കാന്ത്യാജഗന്മോഹനം നാബദ്ധാംഗതഹാരകുണ്ടലം ഹാമൗലീശ്വരത് കങ്കണം ശ്രീവത്സാംഗമുദാരകൗസ്തുഭധരം വന്ദേ മുനീന്ദ്രൈസ്തുതം. പ്രജാപതി ഋഷിയാണ്. ഗായത്രി ഛന്ദസ്സോടുകൂടി ആ മന്ത്രത്തിൽ ഈ പറയുന്ന വാസുദേവ പരമാത്മാദേവത എന്ന് പറഞ്ഞുകൊണ്ട് നസിച്ച്, വാസുദേവ പരമാത്മാദേവത ശ്രീനാരായണ പരമാത്മാദേവത എന്ന് പറയുന്ന പോലെ തന്നെ പ്രപഞ്ചത്തിൽ മുഴുവൻ ഇങ്ങനെ മുറ്റി കേൾക്കുന്ന, നിറഞ്ഞു കേൾക്കുന്ന, സർവ അന്തര്യാമിയായിരിക്കുന്ന പ്രപഞ്ച സത്യത്തെ, ആ ബ്രഹ്മസത്യത്തെ വാസുദേവൻ ഇങ്ങനെ നാമകരണം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രം ഇങ്ങനെ ഉരുത്തിരിഞ്ഞു ഈ പറയുന്ന നാരദർഷിയുടെ ഉള്ളിലൂടെ. ഋഷീശ്വരൻ പ്രജാപതിയാണ്. പ്രജാപതി ഋഷിയായിട്ടും ഗായത്രി ഛന്ദസ്സായിട്ടും വാസുദേവ പരമാത്മാ ദേവതയായിട്ടും ഉരുത്തിരിഞ്ഞ ആ മന്ത്രത്തിന്റെ ധ്യാനം വിഷ്ണും ശാരദചന്ദ്രകോടി സദൃശം ശംഖം രഥാംഗം ഗതാം അംഭോജം ദധതം സിതബ്ജനിലയം കാന്ത്യാ ജഗന്മോഹനം ആബദ്ധാംഗദഹാരകുണ്ടലമഹാമൗലിം സ്ഫുരൽ കങ്കണം ശ്രീവത്സാംഗം ഉദാരകൗസ്തുഭധരം വന്ദേ മുനീന്ദ്രൈസ്തുതം. നല്ലപോലെ ധ്യാനിച്ചുറപ്പിച്ച് ഹൃദയത്തിൽ വസിക്കുന്ന വാസുദേവ തത്വത്തെ നല്ലപോലെ ഗ്രഹിച്ചുകൊണ്ട് അതിൻ്റെ മുന്നോട്ടിങ്ങനെ യാത്രയിൽ കിട്ടുന്ന ഗുണങ്ങളും അതിൻ്റെതായിട്ടുള്ള സിദ്ധികളും ഇതെല്ലാം തന്നെ നാരദൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ധ്രുവകുമാരന്. നേരത്തെ പറഞ്ഞ പോലെ ഈ അനുഗ്രഹ ആശിസ്സുകളെല്ലാം തന്നെ ഓരോരുത്തരിൽ നിന്ന് ലഭ്യമാകുന്ന 5 വയസ്സുകാരൻ ധ്രുവകുമാരൻ ആ ഗുരുവിന്റെ ഉപദേശത്തോടുകൂടി ദ്വാദശാക്ഷരി ജപിച്ചുകൊണ്ട് മധുവനത്തിൽ ചെന്നിരുന്നു കൊണ്ട് സക്കൽ ജഗദീശ്വരനെ ധ്യാനിച്ച് ഉള്ളിൽ ഉറപ്പിച്ച് ധ്യാനിച്ച് അത്തരത്തിൽ കണ്ട അകത്ത് കണ്ട ഈശ്വര വിഗ്രഹത്തെ കാണാതെ ഒരു നിമിഷം വന്നപ്പോൾ കണ്ണു തുറന്ന് പുറത്തു നോക്കിയപ്പോൾ പുറത്തും കണ്ടു എന്ന്. അങ്ങനെ അകത്തും പുറത്തുമായിട്ട് സർവത്ര വസിക്കുന്ന വാസുദേവ തത്വത്തെ അതിനെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മഹാമന്ത്രം നാരദൻ ഇട്ടുകൊടുത്തു ഈ 5 വയസ്സുകാരൻ കുമാരന്, ധ്രുവകുമാരന്. 5 വയസ്സിന്റെ പ്രത്യേകത പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചിട്ട് ഒരിക്കൽ കൂടി ഇട്ടുതരാം. 5 വയസ്സ് എന്ന് പറയുന്ന ബ്രഹ്മഭാവമാണ്.
സനകാദികൾ 4 പേരും 5 വയസ്സുകാരാണ്, അവർക്ക് വയസ്സ് ഏറുന്നില്ല എന്നുള്ള ആ കാര്യവും നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഈ 5 വയസ്സുകാരൻ എന്ന് പറയുന്ന കുമാരതത്വം അത് ബ്രഹ്മതത്വമാണ്. ആ ബ്രഹ്മതത്വം എന്ന് പറയുന്ന ഒരവസ്ഥ ഉപാസനയ്ക്ക് വളരെയേറെ ശ്രേഷ്ഠവുമാണ്. സാധാരണ നമ്മൾ ഉപനയനത്തിന് തിരഞ്ഞെടുക്കുന്ന 7, 8 അതിൻ്റെ ഇടയിലുള്ള ആ പ്രായമാണ്. പക്ഷെ 5 വയസ്സുകാരൻ ഈ സനകാദികൾ പോലെ ഇത്തരത്തിൽ പ്രഹ്ലാദകുമാരനെ പോലെ ഇവിടെ ഈ ധ്രുവകുമാരനും വാസ്തവത്തിൽ ശ്രേഷ്ഠമായിട്ടുള്ള ഉപാസനാ വൈദഗ്ധ്യം കാണിച്ചത് ഈ 5 വയസ്സിലാണ്. അനുഗ്രഹീതനായത് ഈ 5 വയസ്സിലാണ്. അപ്പൊ ഈ കുമാരതത്വത്തെ ബ്രഹ്മതത്വത്തെ ഇത് മുഴുവൻ മനസ്സിലാക്കി വാസുദേവ സത്യത്തെയും തത്വത്തെയും എല്ലാം തന്നെ ഗ്രഹിച്ചുകൊണ്ട് ദ്വാദശാക്ഷരി എന്ന് പറയുന്ന ഈ മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ അത് നാരദനിൽ നിന്ന് കിട്ടാനുള്ള യോഗ്യത സമാർജിച്ചു ഈ പറയുന്ന ധ്രുവകുമാരൻ എന്നുള്ളതാണ് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്തു. മറ്റൊരു കാര്യവും കൂടി നമ്മൾ ഇതിനെ ഉപോത്ബലകമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. സാക്ഷാൽ ഈ ഉത്താനപാദൻ തലകീഴ്ക്കടം തൂക്ക് അയാളിങ്ങനെ രാജസിംഹാസനത്തിൽ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് സുരുചി എന്ന് പറയുന്ന സുന്ദരി, സുരുചി എന്ന് പറയുന്ന പ്രകൃതി അല്ലെങ്കിൽ സുരുചി എന്ന് പറയുന്ന പ്രാകൃത മനോഭാവമുള്ള സ്ത്രീരത്നം ഭാര്യ, ഇയാളുടെ സ്വഭാവം അതിന് വാസ്തവത്തിൽ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയുന്ന രീതിയിലാണ്. ഏതായാലും അവളിൽ ജനിച്ച ഉത്തമൻ എന്ന് പറയുന്ന കുട്ടി അച്ഛൻ്റെ മടിയിൽ കയറിയിരുന്ന് കളിക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ മടിയിൽ കയറിയിരുന്ന് കളിക്കാനുള്ള യോഗ്യത സുരുചി എന്ന് പറയുന്ന പ്രകൃതിയിൽ ജനിച്ച കുട്ടിക്കേ ഉള്ളൂ. പ്രാപഞ്ചികമായിട്ടുള്ള സംഗതികളും അതിലുള്ള സ്ഥിതിവിശേഷങ്ങളും ആരാധിക്കുന്ന ഈ പറയുന്ന ഉത്താനപാദൻ എന്ന് പറയുന്ന തലകിഴക്കണാൻ തൂക്കുകാരൻ സുരുചി എന്ന് പറയുന്ന ധർമ്മപത്നിയിൽ ജനിപ്പിച്ച കുട്ടിക്ക് മടിയിൽ കയറിയിരിക്കാൻ കാരണം എന്താ? ഇയാളും തലകിഴക്കണാൻ തൂക്കാം. പക്ഷെ അവിടെ തൊട്ടടുത്ത് ഇങ്ങനെ പരുതി നടക്കുകയാണ് സുന്ദരനായിരിക്കുന്ന ഒരു 5 വയസ്സുകാരൻ. അയാൾ ജനിച്ചത് സുനീതിയിലാണ്. സുനീതിയിൽ ജനിച്ചത് കൊണ്ട് അയാൾക്ക് ഈ പറയുന്ന പ്രാകൃതനായിരിക്കുന്ന ഉത്താനപാദന്റെ മടിയിൽ കയറാൻ കഴിയുന്നില്ല. അയാളിങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. ചുറ്റിപ്പറ്റി നടന്നിട്ട് അച്ഛൻ്റെ മടിയിൽ കയറി കളിച്ചാൽ കൊള്ളാം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ നിവൃത്തിയില്ല. സുരുചിയാണ് തടസ്സം, പ്രകൃതിയാണ് തടസ്സം. അപ്പോൾ പ്രകൃതിയുടെ വാസനകളും ആ വിഷയവാസനകളും ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അല്ലാതെ നീതിയിൽ ജനിച്ച അല്ലെങ്കിൽ ബുദ്ധിയിൽ ജനിച്ച സുന്ദരനായിരിക്കുന്ന ഒരു കുമാരന് മടിയിൽ കയറാൻ അവസരം ഒരുക്കാത്ത ഒരു രംഗവും നാം ഇവിടെ കാണുകയാണ്. മടിയിലേക്ക് കയറാൻ കുതിച്ചുകൊണ്ട് അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഭത്സിച്ച് ഓടിക്കുകയാണ്, നിനക്ക് അച്ഛൻ്റെ മടിയിൽ കയറാൻ അർഹതയില്ല. അച്ഛൻ്റെ മടിയിൽ കയറാൻ യോഗ്യത വേണമെങ്കിൽ എന്തു വേണം? നീ ഒരിക്കൽ കൂടി ജനിക്കണം. പറഞ്ഞു കൊടുക്കുന്ന കാര്യം വളരെയേറെ ശ്രദ്ധേയമാണ്. ഈ സുരുചി പറയുന്നത് എൻ്റെ ഗർഭത്തിലൂടെ കടന്ന് വീണ്ടും ജനിക്കണമെന്ന്. അല്ലയോ കുമാര, നിനക്ക് അച്ഛൻ്റെ മടിയിൽ കയറാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാകണമെങ്കിൽ ഞാനെന്ന് പറയുന്ന സുരുചിയുടെ ഗർഭപാത്രത്തിൽ കയറി ഒരിക്കൽ കൂടി ജനിക്കണം പോലും. പുരളന്ത നീ പ്രാകൃതനാകണം, നീ പ്രാപഞ്ചികനാകണം. എങ്കിലേ പ്രാപഞ്ചികനായിരിക്കുന്ന അച്ഛൻ്റെ മടിയിൽ കയറാൻ കഴിയൂ. നീ പ്രാപഞ്ചികനല്ല, നീ സുനീതിയുടെ സന്തതിയാണ്. പക്ഷേ നീ എന്നിലൂടെ ജനിക്കണം എന്ന്. ഈ സന്ദർഭത്തിലാണ് തിരുവിതാംകൂർ രാജാക്കന്മാര് വാസ്തവത്തിൽ രാജാവായി തീരുന്നതിന് മുമ്പ് സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു പശുവിൻ്റെ വായിലൂടെ കടന്ന് ആസനത്തിലൂടെ പുറത്തേക്ക് വരുന്ന ഒരു പരിപാടി, ഹിരണ്യഗർഭം എന്ന് പറയുന്ന ഒരു ക്രിയാഭാഗം. കാരണം അവർ എല്ലാം തന്നെ ഈ രാജാവാകാനുള്ള യോഗ്യത നേടുന്നത് ഇത്തരത്തിൽ സ്വർണ്ണ പശുവിൻ്റെ ഉള്ളിലൂടെ കടന്നു വന്നിട്ടാണ്. പശു എന്ന് പറഞ്ഞാൽ സർവദേവതാമയമാണ്. അതിൽ വാസ്തവത്തിൽ ഈ രാജാവ് ആകണമെങ്കിലും സർവദേവ സാന്നിധ്യമുള്ള രാജാവ് നൃപൻ ആയി തീരണമെങ്കിൽ അങ്ങനെ ഒരു വിദ്യ ഈ തിരുവിതാംകൂറിൽ നടന്നിരുന്നു. മുറജപവും ഇത്തരത്തിലുള്ള പ്രവൃത്തിയും എല്ലാം തന്നെ. അപ്പോൾ ജനിച്ചത് പോരാ, ജനിച്ച രീതിയെല്ലാം തന്നെ വിട്ടിട്ട് വീണ്ടും ജനിക്കുന്നൊരവസ്ഥ. ആ പശുവിലൂടെ ജനിക്കുന്നത് നോക്കൂ, ആസനത്തിലൂടെയാണ് വരുന്നത്. പശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖമല്ല എന്ന് നിങ്ങളൊരു പക്ഷെ ശ്രദ്ധിച്ചു കാണും. പശുവിനെ കണി കാണുന്നതൊക്കെ നല്ലതാണെങ്കിൽ തന്നെ കയറിട്ട കാള പശുവും യാത്രാമുഖേ ശോഭനം എന്നെല്ലാം പറഞ്ഞാൽ പോലും പശുവിൻ്റെ ആ ഗുദഭാഗം, പൃച്ഛഭാഗമാണ് ശ്രേഷ്ഠം. ചാണകം വളരെയേറെ ശ്രേഷ്ഠമാണല്ലോ. ചാണകം ഉപയോഗിച്ചുകൊണ്ടാണല്ലോ മെഴുകുന്നതും പഞ്ചഗവ്യാദികളെല്ലാം തന്നെ നമ്മൾ നിർമ്മിക്കുന്നതും. ആ പശുവിൻ്റെ മൂത്രം ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ഇത്തരത്തിൽ പഞ്ചഗവ്യാദികൾ സൃഷ്ടിച്ചുകൊണ്ട് ശുദ്ധീകരിക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും പൃച്ഛഭാഗം പശുവിൻ്റെ വളരെ പ്രാധാന്യം അർഹിക്കുന്നത് സ്വർണ്ണ പശുവിൻ്റെ വായിലൂടെ കടത്തി പൃച്ഛഭാഗത്തിലൂടെ കൊണ്ടുവന്ന് അങ്ങനെ യോഗ്യത സമ്പാദിക്കുന്ന ഒരു ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ ഈ സുരുചി പറയുകയാണ്, എൻ്റെ ഗർഭത്തിൽ കടന്ന് നീ വീണ്ടും ജനിക്കണം. ആലോചിച്ച് നോക്കൂ, അസാധ്യമായിരിക്കുന്നൊരു സംഗതി. ജനിച്ചുപോയി ഈ സുനീതിജൻ.
ധ്രുവൻ എന്നുള്ള പേരിൽ ജനിച്ചുപോയി. അദ്ദേഹം ഈ പറയുന്ന ഉത്താനപാദന്റെ സന്തതിയാണ്. പക്ഷെ പാത്രം മാറിപ്പോയി. പാത്രം വളരെയേറെ വിപുലമായി, ബുദ്ധിപരമായി അല്ലെങ്കിൽ ശ്രേഷ്ഠമായതുകൊണ്ട് ഈ ശ്രേഷ്ഠമാകാത്ത അല്ലെങ്കിൽ അല്ലാത്ത ഈ പറയുന്ന ഉത്താനപാദന്റെ മടിയിൽ കയറാനുള്ള യോഗ്യതയില്ല എന്ന് നിങ്ങൾ വളരെയേറെ അണ്ടർലൈൻ ചെയ്ത് വളരെയേറെ അടിവരയിട്ട് ചിന്തിക്കേണ്ട ഭാഗമാണിത്. രണ്ട് ഭാര്യമാരുള്ളതിൽ ഒന്ന് പ്രാകൃതം, ഒന്ന് ആധ്യാത്മികം എന്ന് ചിന്തിച്ചാൽ മതി. നമ്മളെ ബുദ്ധിതലത്തിൽ ഇങ്ങനെ ഉണർത്തി ഉയർത്തിക്കൊണ്ടുപോയി ബോധമെല്ലാം തന്നെ നമുക്ക് പ്രദാനം ചെയ്ത് ചൈതന്യവത്തായിരിക്കുന്ന ആത്മീയത അതിനെ വളർത്തിക്കൊണ്ടുവരുന്ന അത്തരത്തിലുള്ള ഭാര്യയിൽ ജനിക്കുന്ന ധ്രുവന് പ്രാകൃതന്റെ മടിയിൽ കയറിയിരിക്കാൻ യോഗ്യതയില്ല എന്ന്. ഇത്രയും കഥയായപ്പോൾ പ്രത്യേകിച്ചും ആ ധ്രുവകുമാരനുള്ള ആഗ്രഹം എന്താ? അച്ഛൻ്റെ മടിയിൽ എങ്ങനെയായാലും കയറിയിരിക്കണം. ആ നിർബന്ധ ബുദ്ധി, അതാണ് ദൃഢനിശ്ചയത്തിന്റെ ആദ്യത്തെ ഭാഗം. ഞാൻ കയറിയിരിക്കും. അപ്പൊ അച്ഛൻ്റെ മടിയിൽ ഇപ്പോൾ നിങ്ങൾ കയറ്റുന്നില്ല എങ്കിൽ ഞാൻ കയറിയിരിക്കുമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി അദ്ദേഹത്തെ എന്ത് ചെയ്തു? ഈ പറയുന്ന അമ്മ പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ അനുസരിക്കാൻ പ്രേരിപ്പിച്ചു. അമ്മ പറഞ്ഞതെന്താ? എന്റെ ഗർഭപാത്രത്തിലൂടെ കടന്നു വരണം, അതിനെ നീ നാരായണനെ തപസ് ചെയ്യണം. നാരായണനെ തപസ് ചെയ്തുകൊണ്ട് നാരായണനെ പ്രത്യക്ഷപ്പെടുത്തി നീ വാസ്തവത്തിൽ വേറൊരു ജന്മം എന്നിലൂടെ സാധിച്ചാൽ നിനക്ക് അച്ഛൻ്റെ വടിയിൽ കയറിയിരിക്കാം. അവിടെ ഇയാളിൽ വളർന്ന ചിന്താഗതി നാരായണൻ ആരാ, നാരായണനെ തപസ് ചെയ്യേണ്ട ഏത് രീതിയിലാണ്, ഏതായാലും ഈ രണ്ടാനമ്മ എന്ന് പറയുന്ന സുരുചി അമ്മ അവർ പറയുകയും ചെയ്തു നീ നാരായണനെ തപസ് ചെയ്യണം. അത് വാസ്തവത്തിൽ നിർദ്ദേശം. അപ്പൊ അത്തരത്തിലുള്ള നിർദ്ദേശം, അത്തരത്തിലൊരു അനുജ്ഞ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉപദേശം കൊടുത്തു രണ്ടാനമ്മ സുരുചി. അച്ഛന്റെ മുഖത്തേക്ക് നോക്കി ധ്രുവകുമാരൻ. അച്ഛന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അച്ഛനും വാസ്തവത്തിൽ മിണ്ടുന്നില്ല. മൗനം. മൗനം സമ്മതലക്ഷണം എന്നുള്ള രീതിയിൽ കൊച്ചുകുട്ടി കരുതിയ അച്ഛനും ഇത് റാറ്റിഫൈ ചെയ്തിരിക്കുകയാണ്, അംഗീകരിച്ചിരിക്കുകയാണോ എന്ന്. അങ്ങനെ രണ്ടാനമ്മ എന്തു പറഞ്ഞു? അത് അച്ഛനും കൂടി സമ്മതിച്ചു എന്ന് പറയുമ്പോൾ മാതാപിതാവ് എന്ന് പറയുന്ന രണ്ടുപേരുടെയും അനുജ്ഞ കിട്ടി. പക്ഷേ ഇദ്ദേഹത്തെ പ്രസവിച്ച ആ മാതാവിന്റെ അനുജ്ഞ കിട്ടാത്തത് കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടുകയാണ്. അപ്പൊ അമ്മയോട് ചെന്ന് ചോദിക്കുന്നത്, അച്ഛന്റെ മടിയിൽ കയറാൻ കൊതിച്ചു, ഞാൻ അവിടെ ചെന്ന് ചുറ്റിക്കറങ്ങി ഇങ്ങനെ നടന്നു. അപ്പൊ സുരുചി എന്ന് പറയുന്ന രണ്ടാനമ്മ അനുവദിച്ചില്ല. അമ്മ പറഞ്ഞു നാരായണനെ തപസ് ചെയ്തുകൊണ്ട് ആ സുരുചിയുടെ ഗർഭപാത്രത്തിലൂടെ രണ്ടാമത് ജനിച്ചാൽ മാത്രമേ നിനക്ക് അച്ഛന്റെ മടിയിൽ കയറിയിരിക്കാനുള്ള യോഗ്യത കിട്ടൂ. ഇതെല്ലാം ശരിയാണോ അമ്മേ? അത്തരത്തിൽ വേണമോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ രണ്ടാനമ്മ സ്വന്തം അമ്മ പറഞ്ഞത് എന്താ? നേരാണ് മോനെ, ഈ പറയുന്ന നാരായണനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയ അനുഗ്രഹം കിട്ടാതെ നിനക്ക് ഈശ്വരലാഭം ലഭിക്കാതെ അച്ഛന്റെ മടിയിൽ കയറിയിരിക്കാൻ സാധിക്കുകയില്ല എന്ന്. അച്ഛന്റെ മടി എന്ന് പറയുമ്പോൾ സിംഹാസനം തന്നെയാണ്, രാജകീയമായിട്ടുള്ള പ്രൗഢിയാണ്, അനന്തരാവകാശിയായിട്ടുള്ള രാജാവിന്റെ പ്രതിഷ്ഠാകർമ്മമാണ്, അഥവാ അത്തരത്തിലുള്ള സ്ഥാന ആരോഹണമാണ്. അപ്പൊ ഇതെല്ലാം തന്നെ ചിന്തിക്കുമ്പോഴാണ് ഈശ്വരന്റെ അനുഗ്രഹത്തിന്റെ അനിവാര്യത. അത് മനസ്സിലായി ഈ കൊച്ചുകുട്ടിക്ക്. ഉത്താനപാദൻ മൗനം ദീക്ഷിച്ച് സമ്മതിച്ചു. സുരുചി അമ്മ പറയുകയും ചെയ്തു. എന്നിട്ട് സ്വന്തം അമ്മ സുനീതി പറഞ്ഞു ശരിയാണ്, അത് തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ 5 വയസ്സുകാരൻ നിശ്ചയിക്കുകയാണ്, ദൃഢമായിട്ടുള്ളൊരു നിശ്ചയം എടുക്കുന്നു. ശരി, ഞാൻ നാരായണനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി ഇത്തരത്തിൽ പ്രവർത്തിക്കും. എന്നിട്ട് നേടേണ്ടതായിട്ടുള്ള വരമെല്ലാം തന്നെ ലഭിച്ചുകൊണ്ട് അച്ഛന്റെ മടിയിൽ കയറി ഇരിക്കാനുള്ള യോഗ്യത ഞാൻ സമ്പാദിക്കുമെന്നുള്ളതൊരു നിശ്ചയം. ആ കൊച്ചുകുട്ടി ചെയ്തത് എന്താ? അപ്പൊ അച്ഛന്റെ അനുഗ്രഹമായി, അമ്മയുടെ അനുഗ്രഹമായി, രണ്ടമ്മമാരും. അങ്ങനെ അനുഗ്രഹമെല്ലാം തന്നെ കിട്ടിയപ്പോൾ ഇറങ്ങിത്തിരിക്കുന്ന ആ സന്ദർഭത്തിൽ വഴിമധ്യേ മുൻപിൽ പ്രത്യക്ഷമാകുകയാണ് ഈ നാരദ മഹർഷി. ഭാഗവത്തിൽ ഉടനീളം നമ്മൾ കാണുന്ന അദ്ദേഹത്തിന്റെ സാന്നിധ്യം മറക്കാതിരിക്കുക. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭക്തിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ഇദ്ദേഹമാണല്ലോ. ഭക്തി കരഞ്ഞുകൊണ്ടിരുന്നത് യമുനയുടെ തീരത്താണ്. പക്ഷേ നാരദർഷി സനകാദികളെ കൊണ്ട് സപ്താഹം നടത്തിയത് ഗംഗയുടെ തീരത്തേക്കാണ്. അങ്ങോട്ടേക്കെല്ലാം തന്നെ ആനയിച്ചുകൊണ്ടാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭക്തിയുടെ കഷ്ടസ്ഥിതി എല്ലാം തന്നെ നാരദൻ മാറ്റിക്കൊടുത്തത്. ഈ നാരദൻ തന്നെ പല സന്ദർഭങ്ങളിൽ അനുഗ്രഹിക്കുന്ന അപൂർവം വ്യക്തികളെയെല്ലാം തന്നെ ഭാഗവത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കണ്ണി നാരദൻ തന്നെയാണ്. ഭാഗവത്തിൽ നമ്മൾ ആരാധിക്കേണ്ടത് നാരദനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ജപിക്കേണ്ടത്. സത്യത്തിൽ നാരദനെ ആദ്യം മനസ്സിലാക്കി അദ്ദേഹത്തെ നല്ലപോലെ ഉപാസിക്കണം. ജയതി ജഗതിമായാം യസ്യ കായാധവസ്തേ വചനരചനമേകം കേവലം ജാഗലയ്യ ധ്രുവപദമപിയാദോ യത്കൃപാദോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നദാസ്മി. നാരദൻ വീണയും വെട്ടിക്കൊണ്ടുവരുന്ന രംഗം. അങ്ങനെയുള്ള നാരദരെ നിന്നെ നമസ്കരിക്കുന്നു എന്ന് പറയുന്ന ഉപാസന. നാരദനെയാണ് സപ്താഹവേദിയിൽ നമ്മൾ ആരാധിക്കേണ്ടത് വേദവ്യാസനോടൊപ്പം. അപ്പൊ ഏതൊരു വേദവ്യാസനാണോ ഈ കൃതി രചിച്ചത് അവർക്ക് ഇട്ടു തന്നത്, അദ്ദേഹം രചിച്ചത് നാരദ പ്രേരിതനായിട്ടാണ്. വീണാപാണിയുമായിട്ട് നടക്കുന്ന നാരദൻ പറഞ്ഞു കൊടുത്ത അനുസരിച്ച് ധ്യാനനിമഗ്നമായിരിക്കുന്ന അന്തരീക്ഷയിൽ സമാധി എന്ന് പറയുന്ന അവസ്ഥയിൽ ഏതൊരു കാര്യങ്ങളാണോ ദർശിച്ചത്
മായയെ തരണം ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തി രചിച്ചെന്ന ഭാഗവതം സപ്താഹമായിട്ടായാലും സത്രമായിട്ടായാലും നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വേദവ്യാസനോടൊപ്പം ഈ നാരദർഷിയെയും പൂജിച്ചേ മതിയാകൂ. ഇന്നിപ്പോൾ ഭാഗവതം തലയിലേക്ക് കയറുന്നില്ല. കാരണം എന്താ? ഭാഗവതം എന്ന് പറയുന്ന ഒരു കെട്ടുകഥയായിട്ടും അതിലൂടെ കിട്ടുന്നതെല്ലാം തന്നെ വാസ്തവത്തിൽ തട്ടിപ്പ് എന്ന രീതിയിൽ നമ്മൾ വിമർശിക്കാൻ തുനിയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും അതിനെല്ലാം തന്നെ വിരുദ്ധമായിട്ട് നാം പ്രവർത്തിച്ച് കാണിക്കണ്ടേ? അതിന് പ്രാകൃതമായിരിക്കുന്ന പൂജാവിധാനങ്ങളും അത്തരത്തിലുള്ള കോലാഹലങ്ങളും ചപ്പടാച്ചികളും ഇതെല്ലാം തന്നെ മാറ്റിയിട്ട് നാം എന്ത് ചെയ്യണം? വേദവ്യാസനെ പൂജിച്ചല്ലയോ വേദവ്യാസനെ അനുഗ്രഹിക്കണം. അല്ലയോ ശുഖരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാപ്രകാശേന മത അജ്ഞാനം വിനാശയ അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തണം. ഒപ്പം അതിശ്രേഷ്ഠമതിയായിരിക്കുന്ന ഈ നാരദർഷിയെയും പ്രീതിപ്പെടുത്തിയേ മതിയാകൂ. ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പൃഥുവിന്റെ കഥയിൽ നമ്മൾ കാണുന്നുണ്ട്, സനകാദികൾ ആയിട്ട് വാസ്തവത്തിൽ അവിടെയെല്ലാം തന്നെ നാരദന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നാരദനില്ലാത്ത രംഗം വളരെ അപൂർവമാണ്. അപ്പൊ എല്ലായിടത്തും ഇങ്ങനെ ഓടി നടക്കുന്ന ഈ കഥാപാത്രം വാസ്തവത്തിൽ ഈശ്വരനെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് നാരം ദദാതി ഇത് നാരദ എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പൊ എല്ലാ തരത്തിലും ശ്രേഷ്ഠമതിയായിരിക്കുന്ന നാരദര് ഈ 5 വയസ്സുകാരന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. കുട്ടി എങ്ങോട്ടേക്ക് പോകുന്നു? കുട്ടിക്ക് ഒരേ ഒരു നിശ്ചയം മാത്രമേ ഉള്ളൂ. 5 വയസ്സുകാരൻ പറയുന്നത്, ഞാൻ മധുവനത്തിലേക്ക് പോവുകയാണ്. നിന്റെ ഉദ്ദേശം എന്താ? മധുവനത്തിൽ ചെന്ന് എനിക്ക് നാരായണനെ തപസ് ചെയ്യണം, നാരായണനെ പ്രത്യക്ഷപ്പെടുത്തണം. എന്റെ രണ്ടാനമ്മ പറഞ്ഞതനുസരിച്ചും അമ്മ സമ്മതിച്ചനുസരിച്ചും അച്ഛൻ മൗനം ദീക്ഷിച്ചതനുസരിച്ചും നാരായണനെ പ്രത്യക്ഷപ്പെടുത്തി എൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നടക്കണം. അതിനു വേണ്ടിയിട്ട് നാരായണനെ ചൊല്ലി തപസ്സനുഷ്ഠിക്കാനായിട്ട് മധുവനത്തിലേക്ക് പോവുകയാണ്. എവിടെയാണ് ഈ മധുവനം? 5 വയസ്സുള്ള എട്ടും പൊട്ടും തിരിയാത്ത ഈ കുട്ടിക്ക് മന്ത്രദീക്ഷയില്ല, മന്ത്രമറിയില്ല. എവിടെ ചെന്നിട്ടാണ് തപസ്സനുഷ്ഠിക്കേണ്ടത്, ഏത് രീതിയിലാണെന്നറിയില്ല. ചിന്തിച്ചു നോക്കൂ. അയാളുടെ മുൻപിലേക്ക് ഓടിയെത്തുകയാണ് നാരദൻ. അർഹത കിട്ടുന്ന അല്ലെങ്കിൽ യോഗ്യത കിട്ടുന്ന ഒരു വ്യക്തിയുടെ മുമ്പിലേക്ക് ഗുരുവരൻ പ്രത്യക്ഷപ്പെടുന്ന രീതി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ എല്ലാവരും തന്നെ വാസ്തവത്തിൽ അർഹത നേടുക, അതാണ് അനിവാര്യമായിട്ടുള്ള കാര്യം. ഭാഗവതം ഗുരുവായൂർ പോയിട്ട് പുസ്തകം വാങ്ങി ഇങ്ങനെ വായിച്ചും പഠിച്ചും എന്നിട്ട് പ്രസംഗം നടത്തുന്ന രീതിയല്ല ആവശ്യം. അതിനുള്ള യോഗ്യത കിട്ടണമെങ്കിൽ തപസ്സാവശ്യം. ആ യോഗ്യത കിട്ടിക്കഴിഞ്ഞാൽ ഭാഗവതം ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു വരും. ഭാഗവതം ഉള്ളിലൂടെ കടന്നു പോകേണ്ട സംഗതിയാണ്. ഭാഗവതം എന്ന് പറയുന്ന കിതാബല്ല, അതിൽ അടങ്ങിയിരിക്കുന്ന സംഗതികൾ, അതിലൂടെ നമ്മൾ നേടുന്ന നേട്ടങ്ങൾ, ആധ്യാത്മികത, അതെല്ലാം തന്നെ നിറഞ്ഞു തുളുമ്പുന്നൊരു ജീവിതമായിട്ട് ജീവന്റെ ആ മാറ്റം സംഭവിക്കണമെങ്കിൽ ഉള്ളിലൂടെ ഭാഗവതം ഒഴുകണം. അതിന് ഗുരു കടാക്ഷിക്കണം. പരീക്ഷത്തിന്റെ മുൻപിൽ ശുഖബ്രഹ്മം പ്രത്യക്ഷപ്പെട്ട പോലെ ഇവിടെ അർഹതയുള്ള ഈ ധ്രുവകുമാരന്റെ മുമ്പിൽ ഇതാ നാരദൻ പ്രത്യക്ഷപ്പെട്ടു. ചോദ്യങ്ങൾ ചോദിച്ചു. നിന്റെ ഉദ്ദേശം എന്താണ്? നീ എങ്ങോട്ടേക്ക് പോകുന്നു? നിന്റേതായിട്ടുള്ള ആ ലക്ഷ്യം എന്താണ്? ഇവ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ ഈ എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചുകുട്ടിക്ക് ഇതിനുള്ള ആ ബലമുണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള കഴിവുണ്ടോ? ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കാൻ കഴിവ് ഈ നാരദർഷിക്കുണ്ട്. അഷ്ടമസ്കന്ധത്തിൽ നമ്മൾ കാണുന്ന അഗസ്ത്യ മഹർഷിയെ ഇന്ദ്രദ്യുമ്നൻ എന്ന് പറയുന്ന രാജാവ് തപസ് അനുഷ്ഠിക്കുന്നത് കണ്ടിട്ട് അവിടെ ഓടിയെത്തിയ അഗസ്ത്യ മഹർഷിക്ക് മനസ്സിലായി ഇയാൾ യോഗ്യത, തപസ്സനുഷ്ഠിക്കാനുള്ള യോഗ്യത നേടിയിട്ടില്ല എന്ന് കണ്ടിട്ടാണ് ശപിക്കുന്നത്, ആനയായിട്ട് പോകട്ടെ എന്ന്. ഗുരുക്കന്മാരെല്ലാവരും തന്നെ ഇത്തരത്തിൽ അർഹതയുള്ള വ്യക്തികളെ തെരഞ്ഞെടുക്കാൻ തക്ക യോഗ്യതയുള്ളവരാണ്. അവർക്കറിയാം. ഒറ്റനോട്ടത്തിൽ തന്നെ സ്കാനിങ് കേശാധിപാതം നടത്തിയിട്ട് ഇവന് അർഹതയുണ്ട് എന്ന് കണ്ടിട്ട് ഇട്ടുകൊടുക്കുകയാണ് ആവശ്യമുള്ള സംഗതി. ഇതാണ് ഗുരുവിന്റെ മഹത്വം. ഇതാണ് വാസ്തവത്തിൽ ശിഷ്യന്റെ യോഗ്യത. ശിഷ്യൻ യോഗ്യനായി കഴിഞ്ഞാൽ ഗുരുവോടെ പ്രത്യക്ഷപ്പെട്ട് കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ കൊടുക്കുന്നു എന്ന്. നിരുത്സാഹപ്പെടുത്തി തിരിച്ചുവിടാനായുള്ള ശ്രമം നടത്തിയാൽ പോലും നടക്കാത്തൊരവസ്ഥയിൽ ഞാൻ വിടമാട്ടേൻ, അല്ലെങ്കിൽ ഞാനെല്ലാം തന്നെ ഇതെല്ലാം തന്നെ വിടുകയില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തു പറഞ്ഞാലും ഞാൻ ഈ പറഞ്ഞ ചിന്താഗതിയിൽ നിന്ന് വിട്ടുമാറുകയില്ല, ഞാൻ മധുവനത്തിൽ പോയിരിക്കും, അവിടെ ചെന്നിട്ട് സാക്ഷാൽ വിഷ്ണുവിനെ തപസ്സനുഷ്ഠിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുത്തി ഇരിക്കുമെന്ന് പറയുന്ന ദൃഢനിശ്ചയം, അതാണ് ധ്രുവം. നമുക്കതില്ല. ഇന്നിപ്പോ വാസ്തവത്തിൽ ആദ്യം തന്നെ ഓടി വന്നിട്ട് പൂജ പഠിക്കാൻ വരികയാണ് എല്ലാവരും. പൂജ പഠിക്കാൻ ചിന്തിക്കുക. പൂജ പഠിക്കലല്ല ഒരു വ്യക്തിയുടെ ലക്ഷ്യം. മന്ത്രം ഗ്രഹിച്ചുകൊണ്ട് ദീക്ഷ നേടിക്കൊണ്ട് ഉപാസനയിലൂടെ പുരസ്കരണാദി ക്രിയകളിലൂടെ സിദ്ധി എന്ന് പറയുന്നൊരു പദവിയിലേക്ക് എത്തുക, മന്ത്രം സിദ്ധമാകുക എന്നാണ്. അല്ലാതെ ചാടാനും ഓടാനും അണിമ മഹിമ ചെയ്യുക എന്ന് പറയുന്ന അഷ്ടസിദ്ധികളെല്ലാം തന്നെ ലഭ്യമായി എന്നുള്ള അർത്ഥത്തിൽ എടുക്കരുത്. മന്ത്രം സിദ്ധമാകുക. എന്താ സിദ്ധം? ഈ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുന്ന മന്ത്രം കിട്ടിയാലോ അത് സിദ്ധമാകുന്നില്ല. കേട്ടു, ഗുരു പറഞ്ഞു കൊടുത്തു, ജപിക്കാൻ തുടങ്ങി, സിദ്ധമാകുന്നില്ല. മനസ്സെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലപാഞ്ഞുകൊണ്ട് വ്യഗ്രചിത്തരായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഇങ്ങനെ വ്യഗ്രചിത്തോ ഹതോ ജപ എന്ന് മഹാത്മത്തിൽ പറയുന്ന പോലെ
എന്തൊക്കെയോ കേട്ടു, എന്തൊക്കെയോ ജപിച്ചു, ധ്യാനം ഉറയ്ക്കുന്നില്ല, രൂപം ഉറയ്ക്കുന്നില്ല, രൂപഭാവാദികൾ മനസ്സിലാകുന്നില്ല. രൂപരഹിതനായിരിക്കുന്ന ഈശ്വരനെ രൂപത്തിലൂടെ ധ്യാനിച്ച് നാമത്തിലൂടെ കൈകാര്യം ചെയ്ത് രൂപരഹിതവും നാമരഹിതമായിരിക്കുന്ന ആധ്യാത്മഭാഗത്തിലേക്ക് എത്താനുള്ള ഒരു പ്രത്യേക മനോഭാവം വാർത്തെടുക്കുക. ഇതാണ് സിദ്ധമാകുക. നല്ലപോലെ ചിന്തിക്കണം. പലപ്പോഴും നമ്മൾ ഈ മന്ത്രങ്ങളെല്ലാം തന്നെ വളരെ ഗുഹ്യമായിട്ടും ഗോപ്യമായിട്ടും രഹസ്യമായിട്ടും പറഞ്ഞു കൊടുക്കുന്നത് ആ ശിഷ്യന്റെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. വിത്തുപാകുന്ന പോലെയാണ്. ആ വിത്തുപാകുന്ന അയാളുടെ മനസ്സിലിട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു വിളനിലമാണെന്ന് കണ്ടിട്ട് ഏത് വിത്താണ് അവിടെ വിതയ്ക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയ ഗുരു ആ വളവും അല്ലെങ്കിൽ ഫലഭൂയിഷ്ടമായിരിക്കുന്ന സ്ഥിതിവിശേഷമുള്ള ഭൂമിയിലേക്ക്, മനസ്സ്, ചിത്തം എന്നെല്ലാം പറയുന്ന രംഗത്തേക്ക് വിത്തുപാകിയിട്ട് അയാളെ യോഗ്യനാക്കി തീർക്കുകയാണ്. കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്ന അവസ്ഥയിലേക്ക് അയാളെ നയിക്കുകയാണ്. ഉപനയനം. ബ്രഹ്മോപദേശം കൊടുത്തുകൊണ്ട്, ഗായത്രി മന്ത്രം ഉപദേശിച്ചുകൊണ്ട്, ഇതര മന്ത്രങ്ങൾ ഉപദേശിച്ചുകൊണ്ട് ആ ഗുരു തൻ്റെ കൂടെ ഇങ്ങനെ നയിച്ചു കൊണ്ടുപോകുന്ന രീതിയാണ്. ഗുരു എപ്പോഴും തൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ശരീരത്തോടു കൂടിയല്ല, ശരീരമുള്ളവനല്ല ഗുരു. ശരീരമുള്ളവൻ വാസ്തവത്തിൽ അയാളിൽ അന്തർലീനമായിട്ട് കിടക്കുന്ന ശിവതത്വമാണ് ഗുരു. ശരീരമുള്ളവന് കുനിഷ്ടുണ്ടാകും, കുന്നായ്മയുണ്ടാകും. ശരീരം ഉള്ളിടത്തോളം കാലം ഗുരുക്കന്മാർ പോലും വേറുവേറ് കാണിക്കും. ദ്രോണാചാര്യർ പോലും ഏകലവ്യന്റെ തള്ളവിരൽ ഇങ്ങനെ മുറിച്ചു വാങ്ങിയത് അർജുന പ്രീരിതനായിട്ടാണ്. എന്തിനങ്ങനെ ചെയ്തു? രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കുക. ഏകലവ്യന്റെ ഈ പെരുവിരൽ പോയാലും അയാൾക്ക് സിദ്ധമായിരിക്കുന്ന അസ്ത്രവിദ്യ ഒരിക്കലും ക്ഷീണിക്കുകയില്ല എന്ന് ഉറപ്പുള്ള ആ ഗുരുവായിട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനേക്കാൾ ഇവിടെ വേറുകൂറ് വന്നില്ലേ? അർജുനൻ ശ്രേഷ്ഠനാണെന്ന് കണ്ടില്ലേ? അയാൾക്ക് ക്ഷീണം വരരുത് എന്ന് കരുതിയിട്ടല്ലേ ഈ പ്രവൃത്തി ചെയ്തത്? ഗുരുക്കന്മാർ അത്തരത്തിലാകുന്നത് ശരീരമുള്ളപ്പോഴാണ്. ഈ ശരീരമുള്ള ഗുരുക്കന്മാരെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ആ ശരീരമുള്ള ഗുരുക്കന്മാരുടെ ഉള്ളിൽ അന്തർലീനമായിട്ട് കിടക്കുന്ന ശിവതത്വമാണ് ഗുരു. ഗുരുരേവ ശിവസ്വയം. അങ്ങനെയുള്ളൊരു ശിവതത്വം ഈ നാരദനിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം വന്ന് അടുത്തുകൂടിയിരിക്കുകയാണ്, മുഖാമുഖം വന്നിരിക്കുകയാണ്. ഒരു സത്സംഗമാണ്. സത്തായിരിക്കുന്ന ഈശ്വരസംഗതിയെ, ഈശ്വരന്റെ സ്ഥിതിവിശേഷത്തെ അതിനെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ആ സ്ഥിതിവിശേഷത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗുരു വന്നിരിക്കുകയാണ്. സാക്ഷാൽ നാരദൻ വന്നിട്ട് മുഖാമുഖം ഈ പറയുന്ന 5 വയസ്സുകാരനുമായിട്ട് സംവദിച്ചിട്ട് ഈ ദ്വാദശാക്ഷരി മന്ത്രം വിട്ടുകൊടുത്തുകൊണ്ടുള്ള രംഗമാണ് 8ാമത്തെ അധ്യായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ കാണുന്നത്. ചിന്തിച്ചു നോക്കൂ. ഇതെല്ലാം തന്നെ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ ആ മൗനം ദീക്ഷിച്ചുകൊണ്ടുള്ള അനുഗ്രഹം. സുരുചി പറഞ്ഞ അത്തരത്തിൽ രണ്ടാനമ്മയാണെങ്കിൽ കൂടി ഈശ്വരനെ ചൊല്ലി നീ തപസ് അനുഷ്ഠിക്കണമെന്നുള്ള നിർദ്ദേശം അത് ശരിയാണെന്ന് സ്വന്തം അമ്മ അത് എല്ലാം തന്നെ ശരിയാണെന്ന് അംഗീകരിച്ചതും ഇതെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നേരെ ഗുരുവിനെ കിട്ടി. ഗുരുവിനെ ലഭ്യമാകുന്നപ്പോഴാണ് മാതാപിതാക്കളുടെ അനുഗ്രഹം ആവശ്യം. ഇന്ന് നമ്മൾ പലപ്പോഴും ഈ മാതാപിതാക്കളുടെ അനുഗ്രഹം നേടാതെയാണ് ഈ മന്ത്രവിദ്യയിലേക്കും തന്ത്രവിദ്യയിലേക്കൊക്കെ കടക്കുന്നത്. എനിക്ക് വളരെ നേരിട്ടറിയാവുന്നൊരു കാര്യമുണ്ട്. വേഴപ്പറമ്പ് വനക്കലെ മരിച്ചുപോയ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് അദ്ദേഹം ഈ പറയുന്ന തിരുവാലൂര് അവിടെ വാസ്തവത്തിൽ കടിച്ചും പിടിച്ചുമെല്ലാം തന്നെ മരിച്ചുപോയ കാലടി സൂര്യകാലടി ഭട്ടേരി യക്ഷിയുടെ ശാപം കൊണ്ട് ആ പ്രേതത്തെ ആവാഹിക്കാൻ പോകുമ്പോൾ അമ്മയോട് ചോദിച്ചിട്ട് പോയി എന്നൊരു കഥ. അമ്മയോട് അനുവാദം ചോദിച്ചിട്ടാണ് പോകുന്നത്. ശക്തനും രൂക്ഷമായിട്ടുള്ള ഭാവം ആർജിച്ചിട്ടുള്ള ബ്രഹ്മരക്ഷസിനെ ആവാഹിക്കാനായിട്ട് പോവുകയാണ് അമ്മേ. അപ്പോൾ ഈ ആ പറയുന്ന പട്ടേരി ആവാഹിക്കാൻ പോവുകയാണ് എന്നുള്ള നമ്പൂരി ഭാഷയിലുള്ള പറച്ചിൽ അതെല്ലാം തന്നെ ഒരു അനുവാദം വാങ്ങുന്ന രീതി. അമ്മയുടെ അനുവാദം, നൊന്ത് പെറ്റ് അത്തരത്തിൽ പ്രസവിച്ച അമ്മയുടെ അനുവാദം അനിവാര്യമാണ്. ഞാനിപ്പോഴും ഓർക്കുന്നത് എൻ്റെ ചെറുപ്പകാലത്ത് ധാർഷ്ട്യം, യുക്തിവാദ പ്രസ്ഥാനത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്നും പോകുന്നതായതുകൊണ്ട് ധാർഷ്ട്യം കൈമുതലായിട്ടുള്ള എനിക്ക് അമ്മയോട് അനുവാദം വാങ്ങാം, അമ്മയുടെ കാലോട്ട് കയറിയാലേക്ക് അതൊക്കെ ഒരു മഹാപുച്ഛരസം പോലെ. അപ്പം അത്തരത്തിൽ കരുതിയിരുന്നൊരു കാലഘട്ടത്തിൽ ഈ പറയുന്ന ശ്രീധരൻ തന്ത്രികളും അതുപോലെ തന്നെ മൂത്തകുന്നത്തുള്ള ഒരു വിജയൻ എന്ന് പറയുന്ന ജ്യോത്സ്യർ ഇവരെല്ലാവരും പറഞ്ഞു മാതാവിൻ്റെ പ്രീതി വന്നിട്ടില്ല എന്ന്. ഞാൻ എൻ്റെ അനുഭവം പറയുന്നത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പല പല ഉപാസനകൾ നടത്തി ഇടയ്ക്ക് അക്ഷരലക്ഷം എത്തിക്കാൻ പറ്റാതെ മുടങ്ങുന്ന ആ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ വന്നപ്പോൾ ഇതിനെന്താ കാരണം? ഈ മന്ത്രമൂർത്തികളെല്ലാം തന്നെ എന്തുകൊണ്ട് സ്വായത്തമാകുന്നില്ല എന്ന് ചോദിച്ചപ്പോഴാണ് വാസ്തവത്തിൽ മാതാവിൻ്റെ പ്രീതി ഒന്ന് വരുത്തണം. മാതാവിൻ്റെ പ്രീതി വരും, പെട്ടെന്ന് വരും. അമ്മയ്ക്ക് യാതൊന്നും കൊടുക്കേണ്ടതില്ല. അപ്പൊ ഏതായാലും വാസ്തവത്തിൽ അമ്മയോട് എന്ന അനുവാദം വാങ്ങിയിട്ട് ഞാൻ ഉപാസന വേറെ തരത്തിൽ തുടങ്ങിയത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ ഈ മാതാപിതാക്കളുടെ അനുഗ്രഹം കൂടാതെ ഒരു മന്ത്രവും ഒരു ഗുണവും ചെയ്യുകയില്ല എന്ന് ഉറപ്പിക്കുക. ഈ ഗുരുവിനെ കിട്ടുന്നത് തന്നെ മാതാപിതാക്കളുടെ അനുഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ടാണ് മാതാ പിതൃ, അത് കഴിഞ്ഞിട്ട് ഗുരു. അപ്പൊ ഗുരു വരുന്ന 3ാമത്തെ ഭാഗത്താണ്. അതുപോലെ നാരദരെത്തി ഉദ്യമത്തിന് ഇയാൾ തയ്യാറാ. ഞാൻ തപസ് ചെയ്യാൻ തയ്യാറാണ്. 5 വയസ്സുള്ളൊരു പിഞ്ചുകുഞ്ഞ് അല്ലെങ്കിൽ ഈ പറയുന്ന
വളരെ ചെറുപ്രായത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കൂടി കഠിന തപസ് ചെയ്യാൻ തൻ്റെ ഇടമുള്ള ഒരു വ്യക്തിയായി മാറിയതുകൊണ്ട് അയാളുടെ ഉദ്യമം സഫലീകൃതമാകുമെന്ന് സംശയമില്ലതാനും. അപ്പോൾ ഉദ്യമത്തിന് തുനിഞ്ഞു. ഈ സന്ദർഭത്തിൽ നമ്മൾ മധുവനത്തെ പറ്റിയും കൂടി അല്പം ചിന്തിച്ചാൽ നമുക്ക് ആ അധ്യായത്തിലേക്ക് അടുത്ത ദിവസം കടക്കാൻ കഴിയും. എന്താണ് ഈ മധുവനം? മധുവനം കൊണ്ട് ഉദ്ദേശിച്ചത് ഇന്നിപ്പോൾ ഈ തേക്കും അതുപോലുള്ള കാര്യങ്ങളുമെല്ലാം തന്നെ വെട്ടി നശിപ്പിച്ച് കട്ട് കവർന്ന് അത്തരത്തിൽ പോയ ഈ വനപ്രദേശമാണോ? കാടിഷ്ടം പോലെ ഉള്ളതാണ് നമ്മുടെ ഭാരതവർഷം മാത്രമല്ല ലോകമെമ്പാടും. 2/3 വെള്ളമാണെങ്കിൽ 1/3 കരയാണെങ്കിൽ ആ കരയിൽ ഭൂരിഭാഗവും വനമാണ്. മലയും വനവും എല്ലാം തന്നെ നിറഞ്ഞതാണ്. ഇതെല്ലാം തന്നെ സന്തുലിതമായിരിക്കുന്ന ഒരവസ്ഥ പ്രകൃതിക്ക് നൽകാൻ വേണ്ടിയിട്ടുമാണ്. അപ്പൊ അത്തരത്തിലുള്ള വനം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ വനം എന്നുള്ള വാക്കിന് ജലമെന്നർത്ഥമുണ്ട്. വനമെന്നുള്ളതിന് കാട് എന്ന് മാത്രമല്ല, വനജവും എന്ന് അവതാരങ്ങളെ പറ്റി പറയുമ്പോൾ മത്സ്യവും കൂർമ്മവും ജലത്തിൽ ജനിച്ചത് വനജവും പിന്നാലെ വരുമ്പോഴാണ് വാസ്തവത്തിൽ വരാഹവും നരസിംഹവും. അത് ഈ പറയുന്ന രീതിയിൽ കാട്ടുജന്തുക്കളുടെ രീതിയിലാണല്ലോ ഈ നരസിംഹമായാലും വരാഹമായാലും വനജവും എന്ന് പറയുന്ന രീതിയിലുള്ള പ്രയോഗത്തിലുള്ള വനം ശബ്ദത്തിന് ജലമെന്നും അതുപോലെ വനമെന്നും കാട് എന്നും അർത്ഥം കൊടുക്കുമ്പോൾ ഈ മധുവനം എന്ന് പറയുന്നത്, മധു എന്ന് പറയുന്ന ജലം, മധു എന്ന് പറയുന്ന അമൃതം, അത് നിറഞ്ഞു തുളുമ്പുന്ന സങ്കേതമാകാം. നമ്മൾ മണിദ്വീപ് അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ മണിദ്വീപിന് ചുറ്റുമായിട്ട് നമ്മൾ സിന്ധു ഒരു പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് പീയൂഷ സിന്ധു, സുധാ സിന്ധോർ മധ്യേ സുരവിടവിവാടീ പരിവൃതേ. അപ്പൊ ഇത്തരത്തിൽ സുരവിടവി എന്ന് പറയുമ്പോൾ കാട്. അപ്പൊ ഈ പറയുന്ന മണിദ്വീപിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് മധുരാർദ്രമായിട്ടുള്ള മധു നിറഞ്ഞിട്ടുള്ള ആ പീയൂഷ സിന്ധു, അത് കഴിഞ്ഞ് കാട്, അതിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന അതിസുന്ദരമായിരിക്കുന്ന ചിന്താമണി ഗ്രഹം, അവിടെയാണ് വർത്തിക്കുന്ന ദേവി എന്നെല്ലാം പറയുന്ന പോലെ, ചിന്താമണി ഗ്രഹാന്തസ്ഥ എന്ന ലളിതയിൽ പറയുന്ന പോലെ, ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുന്ന ഈശ്വരൻ എന്ന് പറയുന്ന പോലെ, ഇവിടെ മധുവനം എന്ന് പറയുന്നത് മധു വർഷിക്കുന്ന അമൃതമെല്ലാം തന്നെ തുളുമ്പിക്കിടക്കുന്ന വനപ്രദേശമായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരവസ്ഥയായിട്ട് വരുമ്പോൾ സഹസ്രാരംബുജാരൂഢ സുധാസാരാഭിവർഷിണി ആ മന്ത്രം മതി. അതിനേക്കാൾ നമ്മൾ വേറൊരു ഭാഗവും ലളിതാ സഹസ്രനാമത്തിൽ കാണുന്നുണ്ട്. എങ്ങോട്ടേക്കാണ് ചെല്ലേണ്ടത് എന്ന് പറഞ്ഞു തരുന്നത്. സഹസ്രതല പത്മസ്ഥ സർവവർണോപശോഭിത സർവ ആയുധര ശുക്ല സംസ്ഥിത സർവതോമുഖി സർവ ഔദന പ്രീതചിത്തായ ഗിന്യംബാസ്വരൂപിണി. അപ്പൊ ഇത്തരത്തിൽ തലയുടെ പ്രാധാന്യം മധുവനം. തപസ് രക്ഷിക്കുമ്പോൾ തലയുടെ പ്രാധാന്യം ഇങ്ങനെ ഊന്നിപ്പറയുന്ന ഒരു കഥ കൂടിയാണിത്. തലയെ ഉപയോഗിച്ചുകൊണ്ട് സുനീതിയെ പറ്റി പറഞ്ഞപ്പോൾ തല എന്നും ബുദ്ധി എന്നും പറഞ്ഞ് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. മനസ്സ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ധ്യാനത്തിന് ആവശ്യമാണെങ്കിൽ തന്നെ ധ്യാനം എന്ന് പറയുന്ന വാക്കിൽ അടങ്ങിയിരിക്കുന്ന ധീ പ്ലസ് ധ്യാനമാണ്. ധീ ബുദ്ധിയാണ്. അപ്പൊ ഇത്തരത്തിൽ ബുദ്ധിയുടെ തലത്തിലേക്ക് കിടക്കുമ്പോൾ മസ്തിഷ്കത്തിന്റെ സഹസ്രാര പത്മത്തിന്റെ അവിടെ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുന്ന മധുവിന്റെ അല്ലെങ്കിൽ മധുരാർദ്രമായിട്ടുള്ള ഈയുഷത്തിന്റെ സാന്നിധ്യമാണ് മധുവനം. വനം നിങ്ങൾ കേട്ടിട്ടില്ലേ? മുരുകൻ ജനിച്ചത് എവിടെയാണ്? ശരവണ ഭവ എന്നാണ്. ശരവണ ഭവ, ശരവണ പൊയ്കയില്, ശരവന പൊയ്കയില്. ശരം എന്ന് പറഞ്ഞാൽ അവിടെ ദർഭപ്പുല്ലുകളാണ്. അപ്പൊ ഈ ദർഭപ്പുല്ലുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആ ഗംഗാ നദീജലം ഒഴുകി വന്നുകൂടിയിരിക്കുന്ന ഒരു പ്രദേശത്താണ് അദ്ദേഹം ഒരു താമരപ്പൂവിൽ ജനിക്കുന്നത്. താമരപ്പൂവിൽ ഒരേ ഒരു താമരപ്പൂ അവിടെ വിടർന്നു നിൽക്കുകയാണ്. ചുറ്റും ഈ ദർഭപ്പുല്ലുകളുടെ കാടാണ്. ആ കാട് ജലാശയത്തിലാണ്. അങ്ങനെയുള്ള ഈ ശരവണപ്പൊയ്കയില് ഈ ഭഗവാൻ ജനിക്കുന്നു എന്ന് പറയുമ്പോൾ ഈശ്വരൻ അവതരിക്കേണ്ടത് എവിടെയാണ് എന്ന് അവിടെ കൊണ്ട് കാണാം. ലളിതാ സഹസ്രനാമത്തിലൂടെ കാണാം. മധുരാർദ്രമായിരിക്കുന്ന മധുവിന്റെ സാന്നിധ്യത്തിലാണ് ഈശ്വരന്റെ സാന്നിധ്യം അനുഭവവേദ്യമാകുന്നത് എന്ന് കൂടി കാണാം. അപ്പൊ എല്ലാ തരത്തിലും മധുവനത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ധ്യാനത്തിലേക്ക് പോയി. ധീ എന്ന് പറയുന്ന ബുദ്ധിയെ ഉപയോഗിച്ചുകൊണ്ട് നാരദപ്രേരിതനായിട്ട് ഇയാൾ മധുവനം തേടിപ്പോവുകയാണ്. മധുവനം ഏതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അടുത്ത ആ രംഗത്തേക്ക് 8ാമത്തെ അധ്യായത്തിൽ ആ ഭാഗം വരുമ്പോൾ ഒന്നുകൂടി നമുക്ക് രൂഢമായിട്ട് ശക്തമായിട്ട് അതിനെ പരിശോധിച്ച് പഠിക്കാൻ കഴിയും. നമ്മൾ എല്ലാവരും തന്നെ ഭാഗവത പ്രേമികളാണ് എങ്കിൽ, അതാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്ന ജിജ്ഞാസുക്കളാണ് എങ്കിൽ, അഹം ബ്രഹ്മ പരന്ധാമ ബ്രഹ്മാഹം പരമം പദം എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നമ്മൾ എല്ലാവരും എത്തിച്ചേരേണ്ട മധുവനം ഏതാണെന്ന് വ്യക്തമാക്കുന്ന ഒരു കഥാഗോളവും കൂടിയാണ് ഈ ധ്രുവചരിതം എന്ന് പറയുന്ന ഉത്താനപാദന്റെ കഥ. തലകിഴുക്കണം ദുഃഖമായിട്ടുള്ള വ്യക്തി എങ്ങനെ തലയിൽ കയറണമെന്ന് കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. നമ്മൾ ജനിച്ചു വീണ അവസ്ഥയിലാണ് അതിന് എതിർദിശയിലേക്ക് ഇങ്ങനെ നീന്തിയിട്ട് നമ്മൾ എത്തിച്ചേരേണ്ടതായിട്ടുള്ള തലയിലേക്ക് കടന്നുകൂടിയിട്ട് കൈലാസമെന്നോ
മണിദ്വീപമെന്നോ ചിന്താമണി ഗ്രഹമെന്നോ ഗോലോകമെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തു പറഞ്ഞാലും വിരോധമില്ല. പഞ്ചമസ്കന്ധത്തിൽ ബ്രഹ്മാവ് സ്ഥിതരായിരിക്കുന്ന 10,000 സ്വർണ്ണതളങ്ങളുള്ള താമരപ്പൂവിന്റെ ആസ്ഥാനമെന്നോ സത്യലോകമെന്നോ എന്തെല്ലാം പറഞ്ഞാലും വിരോധമില്ല. അവിടെ ചെന്ന് ചേരണമെന്ന് ഈ പറയുന്ന മധുവനത്തിലാണ് ഭഗവാനെന്ന്, ആ ഭഗവാനെ കണ്ടുപിടിക്കാൻ മധുവനത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അത്തരത്തിൽ മധുവനം തേടിക്കൊണ്ടു പോകുന്ന ഇയാളുടെ ധ്യാനാത്മകത, ബുദ്ധിപരമായിട്ട് വളരെയേറെ വളർന്നു വരേണ്ട ആ സ്ഥിതിവിശേഷം, ഇതെല്ലാം തന്നെ അനുഗ്രഹിക്കുകയാണ് ഈ നാരദരെ. അല്ലയോ കൊച്ചുകുഞ്ഞെ, നീ യോഗ്യനാണ്, നീ തേടുന്നതെല്ലാം തന്നെ നിനക്ക് കിട്ടട്ടെ, നീ വാസ്തവത്തിൽ ജിജ്ഞാസുവാണ്. ഇത്തരത്തിൽ നീ നേടേണ്ടതായിട്ടുള്ള കാര്യം നാരായണനെ പ്രത്യക്ഷമാക്കാനുള്ള നിന്റെ പ്രയത്നം, യത്നം, യജ്ഞം അതെല്ലാം തന്നെ പൂർണ്ണമാകട്ടെ എന്ന് അനുഗ്രഹിക്കുക മന്ത്രം കൊടുത്തുകൊണ്ടാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഒരൊറ്റ പ്രാവശ്യം പോലും ഭാഗവത പ്രേമികളായിട്ടുള്ള നമ്മൾ ഇത് ജപിക്കുന്നില്ല. നിത്യവും നിതാന്തവുമായിട്ട് വിഷ്ണു സഹസ്രനാമമൊക്കെ കേമമായിട്ട് ഇങ്ങനെ ജപിച്ചു കൂട്ടും. പക്ഷേ ആ വിഷ്ണു സഹസ്രനാമത്തിന്റെ മുന്നോടിയായിട്ട് 108 പ്രാവശ്യമെങ്കിലും ജപിച്ചുകൂടെ? അത് കഴിഞ്ഞിട്ട് ഒരു 108 പ്രാവശ്യം ജപിച്ചുകൂടെ? എന്തിന് സദാസമയവും ഈ ഒന്നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിക്കാൻ വല്ല തടസ്സവുമുണ്ടോ? ഒന്നമോ നാരായണായ, ഒന്നമോ ഭഗവതേ വാസുദേവായ, അഷ്ടാക്ഷരമായാലും ഈ പറയുന്ന ദ്വാദശാക്ഷരിയായാലും അതെല്ലാം തന്നെ എപ്പോഴും നമുക്ക് ജപിക്കാവുന്ന ഈ മന്ത്രം അത് ഇട്ട് തന്നിട്ട് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നില്ല. നമ്മൾ കട്ടിയായിട്ടുള്ള മന്ത്രത്തിന്റെ പിന്നാലെ ഓടുകയാണ്. നമ്മൾ ഓടുന്നത് ശ്രീവിദ്യ ഇപ്പൊ തന്നെ കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്ന ഓട്ടം കാണാം. തമിഴ്നാട്ടിലേക്ക് പോകുന്നു, ആരെങ്കിലും അത് കൊടുക്കാറുണ്ട്. വാസ്തവത്തിൽ റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും നടത്തുന്ന അങ്ങനെയുള്ള പ്രസ്ഥാനക്കാരുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നവർക്കാണ് ഇപ്പൊ തന്നെ വേണം ശ്രീവിദ്യ. എന്തെന്നാണാവോ ശ്രീവിദ്യ? അപ്പോൾ ശ്രീവിദ്യ എന്ന് പറയുന്ന സിനിമാ നടിയാണോ, അത് ശ്രീവിദ്യ എന്ന് പറയുന്ന മന്ത്രത്തിന്റെ പ്രത്യേകതയാണോ, ശ്രീവിദ്യ സമ്പ്രദായമാണോ, ശ്രീവിദ്യ എന്ന് പറയുന്നൊരു വിദ്യയാണോ? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നേടാനുള്ള വ്യഗ്രതയില്ലാതെ വെറുതെ ഇങ്ങനെ ഓടി നടക്കുകയാണ്. കിട്ടേണ്ടത് കിട്ടുന്നില്ല. അതിനേക്കാൾ അനർത്ഥങ്ങളെല്ലാം തന്നെ ഉണ്ടാകുകയാണ്. അപ്പൊ ഒരു ഗുരുവരന്റെ സാന്നിധ്യത്തില് ഗുരു എന്ന് പറയുന്ന ശിവസ്വരൂപം അനുഗ്രഹിച്ചിട്ട് ഏകുന്ന മന്ത്രം, ആ മന്ത്രവിദ്യ അതിലൂടെ കൈകാര്യം ചെയ്യേണ്ട അതിസുന്ദരമായിരിക്കുന്ന ഒരു കഥാഗോളത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 12ാമത്തെ അധ്യായം വരേക്ക് 7 അധ്യായം കഴിഞ്ഞപ്പോൾ ശിവപുരാണം അല്ലെങ്കിൽ ഈ പറയുന്ന ദക്ഷയാഗത്തിന്റെ കഥയെല്ലാം തന്നെ കഴിഞ്ഞു. ആ 7 ശുദ്ധികളാണെന്ന് പറഞ്ഞു. അവിടെ ബ്രഹ്മവിദ്യയുടെ ഏറ്റവും ശക്തമായിരിക്കുന്ന ഒരു ഉപദേശം കാണാം. ദക്ഷിണാമൂർത്തിയാണ് അവിടെ പ്രത്യക്ഷമായിട്ട് അനുഗ്രഹിക്കുന്നത്. തലയറ്റുപോയ ദക്ഷനാണ് തല വെച്ചു കൊടുത്തത്. തല അറ്റുപോയത് തല വെട്ടിമാറ്റിയതാണ്. അങ്ങനെ വെട്ടിമാറ്റിയ തലയുടെ സ്ഥാനത്ത് അജശിരസ്, ബ്രഹ്മശിരസ് അഥവാ ബോധതലം ഉണർത്തിക്കൊണ്ട് ഒരു ശിരസ് സ്ഥാപിക്കുന്ന രംഗം കാണാം. അതിന്റെ തുടർക്കഥ ആദ്യത്തെ ദക്ഷയാഗം കഥ കഴിഞ്ഞാൽ ഉടനെ അത് കഴിഞ്ഞു എന്നിട്ട് വേറൊരു കഥ എന്ന് പറയുന്ന രീതിയിൽ കഥകളിയിൽ 2ാമത്തെ കഥ തുടങ്ങിയാണ് എന്ന് പറയുന്ന രീതി എടുക്കരുത്. ഇതെല്ലാം തന്നെ തുടർക്കഥകളാണ്. ഒന്നിനെ തുടർന്ന് ഒന്നിലേക്ക് കിടമ്പോൾ അവിടെ ഒരു കണ്ടിന്യൂറ്റി, അതിനൊരു തുടർച്ചയുണ്ട്. ആ തുടർച്ച വിട്ടുപോയാൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. ഏതൊരു പരബ്രഹ്മമാണോ, പരമാത്മ സ്വരൂപമാണ് ശിവനായിട്ട് ദക്ഷിണാമൂർത്തിയായിട്ട് വർത്തിച്ചുകൊണ്ട് പ്രാപഞ്ചികനായിരിക്കുന്ന ദക്ഷന്റെ ശിരസ് വെട്ടിമാറ്റി അവിടെ വാസ്തവത്തിൽ നല്ലൊരു ശിരസ് വച്ചുകൊടുത്ത് ഈശ്വരൻ മുഖനാക്കിയത്. അതേ രീതിയിൽ തലയില്ലാത്ത, തല കിഴുക്കണം തൂക്കായ, അധപ്പതിച്ച ചിന്താഗതിയുടെ ഉടമയായിരിക്കുന്ന മറ്റൊരു കഥാപാത്രത്തെ ഇട്ടു തന്നുകൊണ്ടാണ് ഉത്താനപാദനെ അവതരിപ്പിച്ചുകൊണ്ടാണ് തൽസന്തതിയായിരിക്കുന്ന ഉത്തമപുത്രനായിരിക്കുന്ന ധ്രുവനെ കൊണ്ട് എങ്ങനെ തല കിഴക്കണം തൂക്കായിരിക്കുന്ന ഒരവസ്ഥയെ മാറ്റി നമുക്ക് തല നേരെയാക്കാം. തല നേരെയാക്കാനുള്ള വിദ്യയാണ് ദ്വാദശാക്ഷരി. അത് തന്നെയാണ് ദക്ഷയാഗകഥയിലും നടന്നത്. ഭാഗവത്തിലുടനീളം ഈ തല നേരെയാക്കുന്ന രീതിയല്ലാതെ മറ്റു യാതൊന്നുമില്ല. തല നേരെയാക്കുക. ഇന്നിപ്പോൾ എന്തൊരു കഷ്ടമാണ് ഈ കൊറോണ വരുത്തി വെച്ചിരിക്കുന്നത്. സപ്താഹങ്ങളില്ല സാറേ. ഇപ്പോൾ ചിലർ വിളിച്ചിട്ട് പറയണം വരുമാനമില്ല, ആകെ കഷ്ടമായി, സപ്താഹങ്ങളൊന്നും നടക്കുന്നില്ല, ക്ഷേത്രങ്ങളില്ലെന്ന് നമുക്കറിയാം. അവിടെ വിളക്ക് കത്തിക്കാൻ വാസ്തവത്തിൽ കാശില്ല പോലും. അവിടെ ഭക്തജനങ്ങൾ വരുന്നില്ല. നിങ്ങൾ കത്തിക്കാത്ത ആ വിളക്കിൽ കത്തിക്കുന്ന വിളക്കില്ലാത്തത് കൊണ്ട് അവിടെ ഭഗവാന് കണ്ണു കാണാൻ പറ്റുന്നില്ല. ഭഗവാൻ തപ്പിത്തടഞ്ഞ് നടക്കുകയാണ് പോലും. അപ്പം ഇത്തരത്തിൽ ഏറ്റവും മോശമായിട്ടുള്ള വിചാരത്തോടു കൂടി നമ്മുടെ സ്വാർത്ഥമതികളായിട്ടുള്ള നമ്മൾ സ്വന്തം കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ചെയ്തു പോകുന്ന കാര്യങ്ങളെ കൊണ്ട് തിക്തമായിട്ടുള്ളൊരു പ്രതിഫലം, അല്ലെങ്കിൽ അതിന് നമ്മൾ പറയുന്ന ബൂമറാങ്ങിങ് എന്നാണ്, തിരിച്ചടി എന്നാണ്. അതെല്ലാം തന്നെ കിട്ടിയിട്ട് ഇപ്പോൾ ഒരു പ്രത്യേക അവസ്ഥയിലായിരിക്കുന്ന നമ്മൾ നമ്മുടെ തലനേരെയാക്കാൻ ശ്രമിക്കുക. ശബരിമലയിൽ പോകുന്ന തലനേരെയാകാനാണ്, ഗുരുവായൂർ ചെല്ലുന്ന തലനേരെയാകാനാണ്, പഴവങ്ങാടി ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുന്ന തലനേരെയാകാൻ വേണ്ടിയിട്ടാണ്, ചോറ്റാനിക്കര ചെന്ന് 2 ആ ഇഷ്ടദേവതകളെ ഭദ്രകാളി അല്ലെങ്കിൽ ദുർഗ എന്ന് പറയുന്ന ഇഷ്ടദേവതകളെ ഉപാസിക്കുന്ന തലനേരെയാകാൻ വേണ്ടിയിട്ടാണ്.
ഹനുമാനെ തപസ്സനുഷ്ഠിച്ചുകൊണ്ട് ധ്യാനിക്കുന്നത്, രാമമന്ത്രം ജപിക്കുന്നത്, ഈ കർക്കിടക മാസത്തിൽ രാമനാമം ജപിക്കുന്നത് മരായി എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അതിലൊരു രാമമന്ത്രത്തിലെത്തിയ വാൽമീകിക വിശ്രട്ടിൻ്റെ കഥ അതിലൂടെ ഉരുത്തിരിഞ്ഞ ആ രാമായണമെല്ലാം തന്നെ പഠിക്കുന്നത്, അതെല്ലാം തന്നെ വായിക്കുന്ന തലനേരെയാക്കാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ തലനേരെയാക്കാൻ വേണ്ടിയിട്ടുള്ളത് ആശാക്ഷരി പ്രകടമാക്കിക്കൊണ്ട് അതെല്ലാം തന്നെ ഇട്ടുകൊടുത്തുകൊണ്ട് മന്ത്രദീക്ഷ നൽകിക്കൊണ്ട് ധ്രുവകുമാരരെ ഈശ്വരലാഭം സാധിച്ചു കൊടുക്കുന്ന ഗുരുവരനെ സാക്ഷാൽ നാരദനെ ഒരിക്കൽ കൂടി നമിച്ചുകൊണ്ട് സാക്ഷാൽ മഹാവിഷ്ണു അല്ലെങ്കിൽ ഈശ്വരനായിരിക്കുന്ന ആ പരമാത്മാ ആ സ്വരൂപത്തെയും നമ്മൾ നല്ലപോലെ ധ്യാനിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ ഒരു 12 പ്രാവശ്യം ജപിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം നിർത്താം. ഓം നമോ ഭഗവതേ വാസുദേവായ. 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 ജിതന്തേ പുണ്ടരീകാക്ഷ നമസ്തേ വിശ്വഭാവന സുബ്രഹ്മണ്യ നമസ്തേസ്തു നമ പുരുഷ പൂർവജ. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമഃ സംഘർഷണായ നാരായണ നാരായണ നാരായണ. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.